അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ AI എന്ന് പറയുന്നത് അത്ര വലിയ ഭീകര ബുദ്ധിമാനൊന്നും അല്ല. ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോളേജ് കുട്ടിയാണോ ഇപ്പം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കുറേ കോളേജ് കുട്ടികളുടെ ഒരു സങ്കലനമാണ് എന്നാണ് പറയാം. ഐൻസ്റ്റീനും പിക്കാസോയും എല്ലാവരും കൂടി ഒരൊറ്റ ഹ്യൂമനിൽ ഒരുമിച്ച് വന്നാൽ എങ്ങനെയിരിക്കും? ആ ഹ്യൂമൻ്റെ കപ്പാസിറ്റി ആയിരിക്കും ഒരു AI സിസ്റ്റത്തിനുണ്ടാവുക. അല്ല, നിലവിലൊരു വിശ്വസ്തനായ തൊഴിലാളിയാണ്. ഉറപ്പായിട്ടും വിശ്വസ്തനായ തൊഴിലാളിയാണ്, പ്രോബബ്ലി വിശ്വസ്തനായ അനുയായിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ എല്ലാ ടീച്ചർമാർക്കും മനസ്സിലാവും ഇവൻ ChatGPT എടുത്തുകൊണ്ട് വന്നതാണെന്നുള്ളത്. പക്ഷേ അവിടെ ആ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, ടെക്നോളജി എപ്പോഴും ചെയ്യുന്നത് നമ്മളുടെ സ്കില്ലുകളെ ഡെമോക്രറ്റൈസ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. AI ചെയ്യുന്നത് ഒരുപാട് ഫീൽഡുകളെ ഒരേ സമയത്ത് ഡെമോക്രറ്റൈസ് ചെയ്യുകയാണ്. ഞാൻ ഈ ജോലിയെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടും, വെറുതെ ഇരിക്കേണ്ടി വരും. അൺഫോർച്ചുനേറ്റ്ലി അതൊരു ഹാർഡ് ട്രൂത്താണ്. ആശങ്കകളൊക്കെ വളരെ റിയലാണ്, വാസ്തവമാണ്. ജോലി പോവും, AI കാരണം ഇപ്പോഴുള്ള ഒരുപാട് ജോലികൾ പോയേ പറ്റും. AI ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന തൊഴിലിടങ്ങളായിരിക്കും ഏറ്റവും സുരക്ഷിതം. നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് സംസാരിക്കാതെ നമ്മുടെ ഒരു ദിവസവും കടന്നു പോകുന്നില്ല. നമ്മുടെ ചിന്തയിലും സംസാരത്തിലും ചർച്ചകളിലും ആലോചനകളിലുമെല്ലാം AI കടന്നു വരുന്നുണ്ട്. എന്താണ് അത് ഉയർത്തുന്ന ആശങ്കകൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ എന്താണ്? അതിനെക്കുറിച്ച് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ രംഗത്തെ വിദഗ്ധനായ ജോഫിൻ ജോസഫാണ്. എന്താണ് AI? എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെ AI എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെ ഉള്ള കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഭയങ്കര പ്രധാനമാണ്. കമ്പ്യൂട്ടറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു മെഷീനാണ്. ഓക്കെ, നമ്മൾ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് കോഡ് എഴുതി കോഡ് വഴി കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഈ ബട്ടൺ ഞെക്കുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇത് ഈ ഒരു ഫോം സബ്മിറ്റ് എന്നടിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ചെയ്യണം. ഇതെല്ലാം കുറേയധികം ഇൻസ്ട്രക്ഷൻസ് വഴി കമ്പ്യൂട്ടറിനെ നേരത്തെ തന്നെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. ആൻഡ് കമ്പ്യൂട്ടറുകൾ ഇന്നത്തെ കാലത്തെ അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെയുള്ള കമ്പ്യൂട്ടറുകൾ എന്ന് പറഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി ഫോളോ ചെയ്യാനും ഒരു മടുപ്പുമില്ലാതെ എത്ര തവണ വേണമെങ്കിലും അത് ഫോളോ ചെയ്യാനും കപ്പാസിറ്റിയുള്ള മെഷീൻസ് എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഓക്കെ, അതാണ് ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടറുകൾ. എന്നാൽ ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പം ഏത് ബട്ടനെ ക്ലിക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ഏത് ഫോമാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നോ ഇതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെ അത് ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് ആണ്. എങ്ങനെ ഇതിനെ ഉപയോഗിക്കണം എന്നുള്ള ഇൻ്റലിജൻസ് എപ്പോഴും മനുഷ്യൻ്റെ കയ്യിലാണ്. കമ്പ്യൂട്ടറുകൾ എപ്പോഴും ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യലും നല്ലതായിട്ട് കാര്യങ്ങൾ അതിൻ്റെ ഓർമ്മയിൽ മെമ്മറിയിൽ വെക്കലും മാത്രമാണ് കമ്പ്യൂട്ടറുകൾ ചെയ്യുന്നത്. അപ്പം AI വരുന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യം അതിനോട് എക്സാക്ട്ലി ഈ കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അതിന് ഒരു ചിന്താശേഷി എന്ന് വേണമെങ്കിൽ പറയാം. സ്വയം ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ അല്ലെ സ്വയം ആ കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ് AI എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളതിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണല്ലോ വിളിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്ന ഫാക്ടറിനെ എങ്ങനെ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റും എന്നുള്ള റിസർച്ചിൻ്റെ ഫലമാണ് ഈ AI എന്ന് പറയുന്ന കാര്യം. ആൻഡ് ഇപ്പം നമ്മൾ AI എന്ന് പറയുന്നത് ഒരുപാട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഇത് പുതിയ കാര്യമൊന്നും അല്ല. വർഷങ്ങളായിട്ട്, ഇൻഫാക്റ്റ് 1970-കളിൽ മുതൽ AI പറ്റി ആൾക്കാർ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. റിസർച്ച് പേപ്പറുകൾ ഇറങ്ങുന്നുണ്ട്. ഇനിയും 1990-കളുടെ എൻഡിലൊക്കെ കുറച്ചും കൂടി AI റിസർച്ച് ഭയങ്കര പോപ്പുലറായി വന്നു. 2000-ൻ്റെ എൻഡുകളിൽ അല്ലെ 2010 ശേഷമാണ് നമ്മൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും ഒരു കമ്പ്യൂട്ടർ ചെസ്സ് കളിയിൽ അന്നത്തെ ചാമ്പ്യനെ തോൽപ്പിച്ച കാര്യം. IBMൻ്റെ ഒരു കമ്പ്യൂട്ടർ ഭയങ്കര വലിയ ന്യൂസായിരുന്നു. അതൊക്കെ AI റിസർച്ചുകളിലെ ഓരോ ബ്രേക്ക് ത്രൂകളാണ്. അപ്പം ചെസ്സ് കളി നമുക്കറിയാം, ഒരു ബുദ്ധി ഇല്ലെങ്കിൽ അടുത്ത മൂവ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതിനോട് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല. ഒരിക്കലും നമുക്കൊരു സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് അയാൾ ഈ മൂവ് ചെയ്താൽ ആ മൂവ് ചെയ്തു, അത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കളിയാണ് ചെസ്സ്. ഇൻ്റലിജൻസ് വേണം, കുറേ അധികം മൂവുകളും മുന്നിൽ ആലോചിച്ച് അതിനനുസരിച്ച് ഏത് മൂവ് ചെയ്യണം എന്ന് ആലോചിക്കണം. അപ്പം ഇതൊക്കെ വലിയ ബ്രേക്ക് ത്രൂകളായിരുന്നു. എങ്കിലും AI മെയിൻ സ്ട്രീമിലേക്ക് ഇതുപോലെ ചെസ്സ് കളിക്കുന്ന AI ഉണ്ട്, അല്ല ചെസ്സ് കളിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അന്നത്തെ ഹ്യൂമൻ ചാമ്പ്യനെ വരെ തോൽപ്പിച്ച സോഫ്റ്റ്വെയറുകൾ 2010
ശേഷം തന്നെ ഉണ്ടായിരുന്നു. 2012 തോന്നുന്നു ഒരു വലിയ ബ്രേക്ക് ത്രൂ വന്നത്. അപ്പം ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ആ സമയത്തെല്ലാം ഉണ്ട്. പക്ഷേ ഏറ്റവും വലിയ മാറ്റം വരുന്നത് ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലാണ്. ആ മാറ്റത്തിന് കാരണവും ഒരു പുതിയ ടെക്നോളജിയാണ്, ഒരൊറ്റ പുതിയ ടെക്നോളജിയാണ്. 2017 ഗൂഗിൾ ഇറക്കിയ ഒരു റിസർച്ച് പേപ്പറാണ്. ട്രാൻസ്ഫോമേഴ്സ് എന്നായിരുന്നു ആ റിസർച്ച് പേപ്പറിൻ്റെ പേര്. അത് ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്ന ശാസ്ത്രീയമായി ആ പേരിൽ അറിയപ്പെടുന്ന ഒരു ടെക്നോളജി ആണ്. അപ്പം അതിനെ ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ ശ്രമിച്ചാൽ, ഭാഷ മനസ്സിലാക്കുകയും ഭാഷയെ റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു 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 കോൺസെപ്റ്റായിരുന്നു അത്. ഈ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സിസ്റ്റം, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിനെ വളരെ വലിയൊരു സെറ്റ് ഓഫ് ഡേറ്റ, ഈ ലോകത്ത് എക്സാമ്പിളായിട്ട് ഈ കുറേ അധികം ടെക്സ്റ്റ് ഡേറ്റ, കുറേ അധികം എഴുതപ്പെട്ടിരിക്കുന്ന കുറേ അധികം ടെക്സ്റ്റ് ഡേറ്റ വെച്ച് അതിനെ ട്രെയിൻ ചെയ്താൽ അതിന് തനിയെ ഭാഷയെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ആ പേപ്പറിൻ്റെ കോൺസെപ്റ്റ്. ടെക്നിക്കലി ഡീറ്റെയിൽസിലേക്കൊന്നും പോവാതെ ആ പേപ്പർ ഗൂഗിള് പബ്ലിക്കായിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ റിസർച്ച് പേപ്പറിനെ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പുറകിൽ OpenAI എന്ന് പറയുന്ന കമ്പനി അതിനെ റിയൽ ആക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ടേക്ക് വന്നു. അതുപോലെ വേറെയും പല കമ്പനികൾ റിസർച്ച് തുടങ്ങി. അപ്പോൾ നമുക്കറിയാം, ഈ ഡേറ്റ എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ പറയുന്നത് കോടിക്കണക്കിന് അല്ല ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഡേറ്റ പോയിന്റ് അല്ലെ വാക്കുകളെ പറ്റിയാണ്. അത്രയും വാക്കുകൾ ഇൻ്റർനെറ്റിൽ പല സ്ഥലത്തായിട്ട് ചെതറി കിടക്കുന്ന വാക്കുകളുണ്ട്, ഡിജിറ്റൽ ഫോമിൽ തന്നെ. ആ വാക്കുകളെ ഒന്നിച്ചെടുത്ത് ഇതിനെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് ടെക്നിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, രണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് സെർവറുകൾ വേണം, ഒരുപാട് എക്സ്പെൻസ് അതിനകത്ത് പോകുന്നുണ്ട്. അപ്പം ആ എക്സ്പെൻസ് എല്ലാം എടുത്ത് ആ ട്രെയിനിങ്, ആ ഒരു റിസർച്ച് പേപ്പറിലെ കോൺസെപ്റ്റിനെ റിയലാക്കാൻ വേണ്ടിയിട്ട് ഇവർ മുന്നോട്ട് വന്നപ്പം 2021 അവർ അവരുടെ ChatGPT എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. 2021 അവസാനം അവർ ലോഞ്ച് ചെയ്യുന്നു. അപ്പോഴാണ് ഇതിൻ്റെ റിയലിസ്റ്റിക്കലി ഇത് എത്ര വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇൻ കമ്പ്യൂട്ടിങ് എന്ന ആൾക്കാർ, കോമൺ ആയിട്ടുള്ള എല്ലാവരും മനസ്സിലാക്കുന്നത്. അതായത് അത്രയും നാളും ഒരു വളരെ 0 or 1 എക്സാക്ട്ലി പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റിയിരുന്ന കമ്പ്യൂട്ടർ ഓൾ ഓഫ് എ സഡൻ കവിത എഴുതാൻ തുടങ്ങുന്നു, കഥകൾ എഴുതാൻ തുടങ്ങുന്നു, നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ റെസ്പോൺസ് തരാൻ തുടങ്ങുന്നു. അപ്പം വളരെ വലിയൊരു മാറ്റമായി. അങ്ങനെ ChatGPT പോലത്തെ ഒരു ടെക്നോളജി വന്ന് എല്ലാവർക്കും AI ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പം പെട്ടെന്ന് ഇത് ലോകത്തിൻ്റെ മുഴുവൻ ചർച്ചാ വിഷയമായി. ഒരുപാട് പുതിയ കമ്പനികൾ ആ റിസർച്ചിലേക്ക് പുതിയതായിട്ട് വരുന്നു. ഇതേ OpenAI ഒരു കോൺസെപ്റ്റ് മാത്രമായിരുന്നതിനെ അവർ വലിയൊരു റിസ്ക് എടുത്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് പുതിയ കമ്പനികൾ അതിനകത്തേക്ക് വരുന്നു. പെട്ടെന്ന് ഈ റിസർച്ചിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. അപ്പോൾ പെട്ടെന്ന് AI എന്ന് പറയുന്ന കോൺസെപ്റ്റ് റിസർച്ച് ലാബുകളിലും ചെറിയ ടെസ്റ്റുകളിലും മാത്രമായിട്ട് ഒതുങ്ങി നിന്നിരുന്ന ഒരു കാര്യം ഒരുപാട് കൺസ്യൂമറുകളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കാര്യത്തിലേക്ക് ആയി മാറിയതാണ് കഴിഞ്ഞ 3 വർഷം നമ്മൾ കണ്ടത്. പെട്ടെന്നുള്ള കുതിച്ചുചാട്ടമാണ് ഇപ്പം നടന്നത്. പക്ഷേ പുതിയൊരു കാര്യമല്ല. വർഷങ്ങളായിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായിട്ടല്ല ദശാബ്ദങ്ങളായിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് AI എന്ന് പറയുന്നത്. ഇപ്പം വലിയൊരു കുതിച്ചുചാട്ടം നടന്നു. അതിൻ്റെ ഫലമായിട്ട് അടുത്ത വർഷങ്ങളിലുള്ള സ്പീഡ് ഓഫ് ഗ്രോത്ത് AI ഈ ടെക്നോളജിയിൽ ഭയങ്കര വലുതുമായിരിക്കും എന്നുള്ളതാണ് AIയുടെ ബേസിക്. അപ്പം ഇതിനെ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ്, ഞാൻ ട്രെയിനിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പം കുറേ ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നു. ഒരു കുട്ടി എങ്ങനെയാണ്, ഒരു കുഞ്ഞു കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആൾ വളരുന്നു, ഒരു 10 ദിവസം അല്ല 15 ദിവസം കഴിയുമ്പോഴത്തേനും ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങുന്നു. അത് എല്ലാം ഒബ്സർവ് ചെയ്യുവാണ്, അത് കേൾക്കുന്നതെല്ലാം ഒബ്സർവ് ചെയ്യുവാണ്. അപ്പോൾ ആരും ഭാഷ എന്ന് പറയുന്ന കാര്യം ആ കുട്ടിയെ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നത് 4 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ AIയെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ABCD പഠിപ്പിക്കുന്നത്. പക്ഷേ അതിനും വളരെ മുമ്പ് തന്നെ ഈ കുട്ടി ഭാഷ എന്ന് പറയുന്ന സാധനം പിടിച്ചെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? അത് ഒബ്സർവേഷനാണ്. അതിൻ്റെ ചുറ്റിലേക്കും അതിന് ചുറ്റും നടക്കുന്ന, ആ കുട്ടിക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ ബ്രെയിന് ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ്, അതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അതാണ് ട്രെയിനിങ് എന്ന് പറയുന്ന കാര്യം. അപ്പം നമ്മൾ പോലും അറിയാതെ ആ കുട്ടി ട്രെയിൻഡ് ആവുകയാണ്. അപ്പോൾ ആദ്യത്തെ വാക്ക് പറയുമ്പം ആ വാക്കിന് കിട്ടുന്ന റിയാക്ഷൻ, അല്ലെ ചില വാക്കുകൾ പറയുമ്പം റിയാക്ഷൻ കിട്ടുന്നു, ചില വാക്കുകൾ പറയുമ്പോൾ റിയാക്ഷൻ കിട്ടുന്നില്ല ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന്.
ഇത് കുട്ടിക്ക് വീണ്ടും പഠനമാണ്, ഇതാണ് കറക്റ്റ് വാക്ക്, ഇതല്ല കറക്റ്റ് വാക്ക്. അപ്പം ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആയ ഒരു പ്രോസസ്സിൽ കൂടാണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ പഠിക്കുന്നത്. അപ്പം ഒരു കുട്ടി ജനനം മുതൽ സംസാരിച്ച് തുടങ്ങുന്ന മേ ബി 2.5 വയസ്സിൽ അല്ല 3 വയസ്സിൽ സംസാരിച്ച് തുടങ്ങുന്ന സമയം വരെയുള്ള സമയം എടുത്താൽ അവിടെ സംഭവിക്കുന്നത് ഈ ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങിന് ചുറ്റും അപ്പം നമ്മൾ അറിയാമല്ലോ, ഒറ്റയ്ക്ക് ഒരു പേരൻസിൻ്റെ കൂടെ മാത്രം വേറെ അധികം ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലാതെ വരുന്ന കുട്ടികൾ കൂടുതൽ സമയമെടുക്കും വർത്തമാനം പറയാൻ. എന്നാൽ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് വർത്തമാനം പറയാമെങ്കിൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് വർത്തമാനം പറഞ്ഞു തുടങ്ങും. എന്ന് പറയുന്ന പോലെ തന്നെ കൂടുതൽ ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്താൽ AI കൂടുതൽ നല്ലതാവും. കുറച്ച് ഡേറ്റ മാത്രമേ ട്രെയിൻ ചെയ്യാനുള്ളൂ എങ്കിൽ AI മോശമായിരിക്കും. അപ്പോൾ ഇതേ കോൺസെപ്റ്റാണ് ഈ OpenAIയിലും ഒക്കെ നടക്കുന്നത്. അപ്പോൾ OpenAI ChatGPTയുടെ ഓരോ വേർഷൻസ് കഴിയുമ്പോഴും അവർ പറയും ഇത് ഇത്ര ബില്യൺ പാരാമീറ്റേഴ്സ് വെച്ച് ട്രെയിൻ ചെയ്തതാണെന്ന് പറയും. അപ്പോൾ ആദ്യത്തേത് 3 ബില്യൺ പാരാമീറ്ററാണ്, പിന്നെ 100 ബില്യണായി, 200 ബില്യണായി, അങ്ങനെ ബില്യൺസ് ഓഫ് പാരാമീറ്റേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. അപ്പം കൂടുതൽ ട്രെയിനിങ് ഈ ഡേറ്റ ഇതിലേക്ക് എത്തും തോറും എന്താണ് സംഭവിക്കുന്നത്, ഈ കുട്ടി ഇപ്പം തിരിച്ച് സംസാരിക്കാൻ പറ്റുന്ന രൂപത്തിൽ മേ ബി ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധി കേപ്പബിലിറ്റിയിലായിരിക്കും ചിലപ്പോൾ ഇപ്പം നമ്മുടെ സിസ്റ്റംസ് ഇരിക്കുന്നത്. അതിനെ കൂടുതൽ ഡേറ്റ അതിലേക്ക് ഫീഡ് ചെയ്ത് അതിനെ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് നാളെ ഒരു കോളേജിലുള്ള കുട്ടിയുടെ ബുദ്ധി കപ്പാസിറ്റി ലെവലിലേക്ക് എത്തുന്നു. നാളെ വീണ്ടും കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് ചിലപ്പോൾ PhD ഉള്ള ഒരാളുടെ ബുദ്ധി കപ്പാസിറ്റിയിലേക്ക് എത്തും. അപ്പം അതിതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴും ChatGPT മേ ബി ഒരു PhD ഉള്ള ആളുടെ ബുദ്ധി വൈഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ചിലപ്പം ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ ബുദ്ധി വൈഭവം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ ടെക്നോളജി വളരും തോറും കൂടുതൽ ട്രെയിനിങ് നടക്കും തോറും ഈ കാര്യങ്ങൾ അതായത് ഈ AI കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോളേജ് കുട്ടിയാണോ ഇപ്പം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കുറേ കോളേജ് കുട്ടികളുടെ ഒരു സങ്കലനമാണ് എന്നാണ് പറയാം. കാരണം AIക്ക് ചിലപ്പോൾ ഒരു കോളേജ് കുട്ടിക്ക് കവിത എഴുതാൻ നല്ല കഴിവുണ്ടായിരിക്കും, വേറൊരു കോളേജ് കുട്ടിക്ക് പാട്ട് എഴുതാൻ അല്ല കഥ എഴുതാൻ കഴിവുണ്ടായിരിക്കും, ഇത് വേറൊരു കോളേജ് കുട്ടിക്ക് നല്ല കാൽക്കുലേഷൻസ് ചെയ്യാനും മാത്തിൽ നല്ല കഴിവുണ്ടായിരിക്കും. ഇപ്പം ChatGPT എന്ന് പറയുന്ന സിസ്റ്റമോ അല്ല GPT-4 എന്ന് പറയുന്ന സിസ്റ്റമോ DeepSeek എന്ന് പറയുന്ന സിസ്റ്റമോ ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന സിസ്റ്റങ്ങളൊക്കെ ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഈ എല്ലാ കഴിവുകളും, കാരണം എല്ലാ ടൈപ്പ് ഡേറ്റയും ഇതിനെ വെച്ച് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കഴിവുകളും ഉള്ള ഒരു കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ കൂടെ ഇൻഫിനിറ്റ് മെമ്മറിയുമുണ്ട്. അപ്പം മനുഷ്യൻ്റെ മെമ്മറി എന്ന് പറയുന്ന സാധനം വലിയൊരു ലിമിറ്റേഷനാണ്. അപ്പം നമുക്ക് ഒരു സമയത്ത് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ അളവ് വളരെ കുറവാണ്. എപ്പോഴും നമ്മൾ പറയും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ തലയുടെ നമ്മുടെ മെമ്മറിയിൽ ഏറ്റവും മുകളിൽ വരും, ബാക്കിയുള്ള കാര്യങ്ങൾ സബ് കോൺഷ്യസ് മെമ്മറിയിലേക്ക് തള്ളിവിടും, ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്തുകൊണ്ട് വരും എന്നൊക്കെ പറയും. അപ്പം കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഹ്യൂമൻ്റെ മെമ്മറിനേക്കാട്ടിലും വളരെയധികം കപ്പാസിറ്റി കൂടുതലുണ്ട്. ബ്രെയിൻ എന്നാൽ ബ്രെയിൻ്റെ കപ്പാസിറ്റിയുടെ അത്രയും വന്നിട്ടില്ല. അപ്പോൾ ഒരിക്കൽ ഈ മെമ്മറിയും ബ്രെയിൻ കപ്പാസിറ്റിയും കൂടെ ഒരുമിച്ച് വരുമ്പം ഒരു എന്താ പറയുക, ഐൻസ്റ്റീനും പിക്കാസോയും എല്ലാവരും കൂടി ഒരൊറ്റ ഹ്യൂമനിൽ ഒരുമിച്ച് വന്നാൽ എങ്ങനെയിരിക്കും, ആ ഹ്യൂമൻ്റെ കപ്പാസിറ്റി ആയിരിക്കും ഒരു AI സിസ്റ്റത്തിനുണ്ടാവുക. അതാണ് ഇതിൻ്റെ ഒരു ബേസ്. ജോഫി നേരത്തെ ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ AI എന്ന് പറയുന്ന ഒരു ഫേക്ക് ഇൻ്റലിജൻസ് ആണെന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ ഉള്ള AI ഇപ്പോൾ ChatGPTയിലൊക്കെയുള്ള AIനെ ഫേക്ക് ഇൻ്റലിജൻസ് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതിൻ്റെ ടെക്നോളജിയാണ്. അതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്കലി പോയിരിക്കും, പക്ഷേ അതിൻ്റെ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ എന്ന് പറയുന്നതാണ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നമ്മൾ അതിനോടൊരു കഥ എഴുതാൻ പറയുകയാണ്, അല്ലെങ്കിൽ അതിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അത് ഉണ്ടാക്കി തുടങ്ങുമ്പം അതിൻ്റെ അണ്ടർലൈങ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു വാക്കിൽ വന്ന് നിന്നു, എന്നിട്ട് അത് അടുത്ത വാക്ക് എന്ത് വേണം എന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് അത് നേരത്തെ കണ്ടിട്ടുള്ള ആയിരക്കണക്കിന് സെൻറ്റൻസ് അല്ലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സെൻറ്റൻസുകളിൽ നിന്നാണ് ഈ പ്രഡിക്ഷൻ നടക്കുന്നത്. അപ്പം പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെ അല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഉണ്ണിച്ചേട്ടൻ എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പം എൻ്റെ മനസ്സിൽ ആ ഉത്തരത്തിനെ പറ്റി പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായി. ഇനിയും ആ ധാരണ ഞാൻ എൻ്റെ വാക്കുകളിൽ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എന്ന് പറയുന്ന വാക്ക് പറഞ്ഞിട്ടല്ല അടുത്ത വാക്ക് എന്ത് വേണമെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഫണ്ടമെൻ്റലി
ഇപ്പോഴത്തെ AI ഈ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ആ റിസർച്ച് പേപ്പർ വെച്ചുണ്ടാക്കിയിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്ന ഈ ഓപ്പൺ AI ഒക്കെ ഉണ്ടാക്കിയ ആ AI സിസ്റ്റം അത് മനുഷ്യൻ്റെ ബ്രെയിനിനെ അതേപടി അല്ലെ മനുഷ്യൻ്റെ ബ്രെയിൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചിട്ടൊന്നും അല്ല ഈ ഉത്തരങ്ങളെല്ലാം പറയുന്നത്. അത് അങ്ങനെയാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുകയാണ്. അത് മൊത്തത്തിൽ വേറൊരു രീതിയാണ് ചെയ്യുന്നത്, പക്ഷേ അത് അങ്ങനെയാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുകയാണ്. അവിടെയാണ് അതിനെ ഫേക്ക് ഇൻ്റലിജൻസ് ഞാൻ വിളിച്ചത്. ഇറ്റ് ഈസ് ഒരു ഇല്യൂഷനാണ്. അത് ഇൻ്റലിജൻ്റ് ആണ്, മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിച്ച് ChatGPT എനിക്കൊരു കവിത എഴുതി തന്നു എന്ന് പറയുമ്പം അതൊരു ഇല്യൂഷനാണ്. അത് ആക്ച്വലി ChatGPT നേരത്തെ കണ്ടിട്ടുള്ള ലക്ഷക്കണക്കിന് വാക്കുകളിൽ നിന്ന് അടുത്ത വാക്ക് പ്രെഡിക്റ്റ് ചെയ്യൽ മാത്രമാണ് അവിടെ സംഭവിച്ചത്. അപ്പം അവിടെയാണ് അത് ഫേക്ക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാരണം, ഈ പലപ്പോഴും നമ്മൾ AI നമ്മളെ എല്ലാവരെയും കൊല്ലുമോ, AI വന്നിട്ട് ലോകം മുഴുവൻ ടേക്ക് ഓവർ ചെയ്യുമോ, ഇങ്ങനത്തെ ഒക്കെ കുറേ ചിന്തകളുണ്ട്. ഓക്കെ, ആ ചിന്തകൾ എന്താ പറയുക, ഈ പറയുന്ന പോലെ അങ്ങനെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള AI സൃഷ്ടിക്കാൻ ഇപ്പോഴും ആൾക്കാർ, അതായത് ജനറൽ ഇൻ്റലിജൻസ് ഉള്ള AI സൃഷ്ടിക്കാൻ ഇപ്പോഴും ആൾക്കാർ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ AI എന്ന് പറയുന്നത് അത്ര വലിയ ഭീകര ബുദ്ധിമാനൊന്നും അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊരു സിമുലേഷൻ മാത്രമാണ്, അല്ലാതെ കംപ്ലീറ്റ്ലി നമ്മുടെ കൺട്രോളിലുള്ള ഒരു സിമുലേഷൻ മാത്രമാണ്. ഇനി AI-നെ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇപ്പോൾ AI-നെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അതിനെ ഏൽപ്പിക്കാം. ഓക്കെ, പക്ഷേ ഇപ്പോൾ നമ്മൾ ChatGPT-യോട് ഒരു ചോദ്യം ചോദിക്കുവാണ്, ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നു. സിമ്പിളായ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്, ഈ സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ ശത്രുവിനെതിരെ ബോംബ് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് ചോദ്യം ചോദിക്കുകയാണ്. അപ്പം ChatGPT അതിനൊരു ഉത്തരം നമുക്ക് തരും. ചിലപ്പോൾ ChatGPT കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കാരണം ഈ ബോംബ് എന്നുള്ള വാക്കൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം തരും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയും. അത് ശരിക്കും ഇതിന് തോന്നിയിട്ട് പറയുന്നതല്ല, അത് ഈ ലോകത്തുള്ള കുറേ അതിനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന കുറേ ടെക്സ്റ്റിൽ അതങ്ങനെ കണ്ടതുകൊണ്ട് അതങ്ങനെ നമ്മളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിത് ആരെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടാക്കുവാണ്, സിസ്റ്റം ഉണ്ടാക്കിയിട്ട് പറയുകയാണ് ChatGPT എന്ത് പറഞ്ഞോ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു ബോംബ് ലോഞ്ചറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ അത് റിസ്ക്കായി, റൈറ്റ്? കാരണം അത് ചിലപ്പോൾ ഈ സാഹചര്യത്തിൽ ചെയ്യണമെന്നാണ്, അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അത് പറയുന്നത്. പക്ഷേ അതിനെ ആ ഫിസിക്കൽ സിസ്റ്റമായിട്ട് അല്ല റിസ്ക് ഉണ്ടാകുന്ന സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനാരിയോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡേഞ്ചറായി. പക്ഷേ അത് ഇൻഹറൻ്റ്ലി ChatGPT-യുടെയോ അല്ലെ AI സിസ്റ്റത്തിൻ്റെയോ ഡേഞ്ചർ അല്ല. AI സിസ്റ്റം അതിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ ഞാനൊരു മോശം ആളാണ്, എനിക്ക് വലിയൊരു കൺട്രോളിങ് പവർ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള റിസ്ക് തന്നെയാണ് AI-ക്ക് ആ കൺട്രോളിങ് പവർ കൊടുത്തു കഴിഞ്ഞാലുള്ള റിസ്ക്. അപ്പം ആ പവർ കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോഴും മനുഷ്യർ തന്നെയാണ്. അല്ലാതെ AI-ക്ക് കയറി മനുഷ്യനെ വെട്ടി മാറ്റിയിട്ട് ആ കൺട്രോൾ എടുക്കാൻ വേണ്ടി അങ്ങനെയുള്ളൊരു ഫ്യൂച്ചറൊക്കെ വളരെ 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 ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള എവിടെയോ കിടക്കുന്ന സാധനം മാത്രമാണ്. അപ്പം AI നമ്മളെല്ലാം ടേക്ക് ഓവർ ചെയ്യും, നമ്മളെല്ലാം കൊന്നുകളയും എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റോപ്പിയൻ ചിന്താഗതി എന്ന് പറയുന്നത് ഇപ്പം അത് സയൻസ് ഫിക്ഷൻ മാത്രമാണ്. നിലവിലത് സയൻസ് ഫിക്ഷൻ, ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചത് പറ്റില്ല. അല്ല, നിലവിലൊരു വിശ്വസ്തനായ തൊഴിലാളിയാണ്. ഉറപ്പായിട്ടും വിശ്വസ്തനായ തൊഴിലാളിയാണ്, പ്രോബബ്ലി വിശ്വസ്തനായ അനുയായിയാണ് എന്ന് വേണം ഞാൻ പറയും. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ആ പവർ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും എക്സ്ട്രീംലി മോർ കേപ്പബിൾ ആവും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ അളവും സ്പീഡും കപ്പാസിറ്റിയും എല്ലാം ഭയങ്കരമായിട്ട് കൂടും. അതാണ് ഇപ്പോഴത്തെ AI. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, AI ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ കരിയറിനും നിങ്ങളുടെ ലൈഫിനും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോഗ്രസ്സിനും ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം. കാരണം അത് ഉപയോഗിച്ച് തുടങ്ങുന്നവർക്കാണ് എപ്പോഴും അതിനകത്ത് ഏറ്റവും പുതിയ അഡ്വാൻസ്മെൻറ്റ്സും പുതിയ ചേഞ്ചസും എല്ലാം മുന്നിൽ തന്നെ നിൽക്കും. അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് കൂടുതൽ ബെറ്റർ ആവും. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാവും. എപ്പോഴും അതാണ് ഫണ്ടമെൻ്റൽ. ആ അനുയായിയെ വേണ്ടാന്ന് പറയുന്നത് മണ്ടത്തരമാവും. നമ്മൾ ഈ AI കുറിച്ച് പറയുമ്പോഴെല്ലാം ആശങ്കയുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പ്രതീക്ഷയും. പക്ഷേ ആശങ്കയുടെ തട്ടാണ് താഴ്ന്ന് ഇരിക്കുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ദീർഘകാല അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതായത് നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, ചില കോഴ്സുകൾ പഠിക്കുന്നു. പക്ഷെ പഠിച്ചിറങ്ങുമ്പോൾ ആ കോഴ്സുകൾ കൊണ്ട് കിട്ടാവുന്ന ജോലികൾ അവിടെ കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ്. ഇതിനകത്ത് പ്രോബ്ലി ആ രണ്ടാമത്തെ ഭാഗം ഞാൻ ആദ്യം എടുക്കാം. ആ ഒരു ദീർഘകാല പ്ലാനുകൾ എന്ന് പറയുന്ന കാര്യം ഞാൻ പറയും, ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റിനനുസരിച്ച്
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ദീർഘകാല പ്ലാനുകളുടെ സ്കോപ്പ് കുറേ കാലമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലോകത്ത് ടെക്നോളജി കാര്യങ്ങൾ 1,00,000 ആൾക്കാരിലേക്ക്, 10 ലക്ഷം ആൾക്കാരിലേക്ക് എത്താനെടുത്ത സമയം. ഓക്കെ, റേഡിയോ കണ്ടുപിടിച്ചപ്പം റേഡിയോ ഏതാണ്ട് 10-12 വർഷം എടുത്തു 10 ലക്ഷം റേഡിയോകൾ ഈ ലോകത്ത് എത്താൻ വേണ്ടിയിട്ട്. അത് കുറേ നാളും കൂടെ കഴിഞ്ഞ് TV കണ്ടുപിടിച്ചപ്പം അത് നേരെ 6 വർഷമായിട്ടാണ് ചുരുങ്ങി. ഇനിയും കുറേ നാൾ കഴിഞ്ഞ് കമ്പ്യൂട്ടർ വന്നപ്പം വീണ്ടും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അത് 10 ലക്ഷം ആരിലേക്ക് എത്തി. പിന്നെ ഇൻ്റർനെറ്റ് വന്നപ്പം അതിലും ചുരുങ്ങി. ChatGPT റിലീസായപ്പം ChatGPT ആദ്യത്തെ ദിവസമായിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ 10 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങി. ടെക്നോളജി നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ സ്പീഡ് ആൻഡ് ലോകം അതിനനുസരിച്ച് മാറുന്നതിൻ്റെ സ്പീഡ് ഈ ലോകത്ത് ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ 10 വർഷത്തിൽ നമുക്കുണ്ടായ മാറ്റം, 2010 തൊട്ട് 15 വർഷത്തിൽ നമുക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ചുമ്മാ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആരുടെയും കയ്യിൽ ഫോണില്ലാത്തൊരു സിനാരിയോയിൽ നിന്ന് എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, എല്ലാവർക്കും എല്ലാം എപ്പോഴും ആക്സസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സിനാരിയോയിലേക്ക് മാറിയപ്പം നമ്മുടെ ലൈഫ് എന്തുമാത്രം മാറി എന്ന് നമുക്കറിയാം. നമുക്കതിലേക്ക് വീണ്ടും തിരിച്ചു വരാം, ആ മാറ്റങ്ങളിലേക്ക്. പക്ഷേ മാറ്റം സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ 30 വർഷം മുമ്പ് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയോട് നീ PSC എഴുതിക്കോ, നീ ഒരു സർക്കാർ ജോലിക്ക് കയറിക്കോ, നീ അടുത്ത 20 വർഷം അല്ല അടുത്ത 50 വർഷം സേഫാണ് എന്ന് പറയുന്ന ഒരു ഉപദേശം കൊടുക്കാമായിരുന്നു. ചിലപ്പം അതേ 30-ന് പകരം 15 വർഷമോ 20 വർഷമോ മുമ്പ് നീ എൻജിനീയറിങ്ങിന് പോക്കോ, അല്ലെ സിവിൽ എൻജിനീയറിങ്ങിന് പോകും, ഇത് ഭയങ്കര നല്ലതായിരിക്കും, അല്ലെ കമ്പ്യൂട്ടർ എൻജിനീയറിങ്ങിന് പോകും എന്നൊരു ഉപദേശം കൊടുക്കാമായിരുന്നു. അപ്പം എപ്പോഴും നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാര്യം നമ്മളെ അത് കഴിഞ്ഞിട്ടുള്ള 10-40 വർഷം അല്ലെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ 60 വർഷത്തെ ജീവിതത്തിനെ ഡിഫൈൻ ചെയ്യും എന്ന് പറയുന്നൊരു സിനാരിയോ ഉണ്ടായിരുന്നു. ആ സിനാരിയോ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്പീഡിൽ ഇനി ഇതിലും സ്പീഡിൽ മാറാൻ പോവുകയാണ്. കാരണം ലോകം നമ്മുടെ മുന്നിൽ മാറുന്നതിൻ്റെ വേഗത ഭയങ്കര കൂടുതലാണ്, പുതിയ കാര്യങ്ങൾ വരുന്നതിൻ്റെ വേഗത ഭയങ്കര കൂടുതലാണ്. അപ്പം മനുഷ്യൻ കണ്ടിന്യൂസ്ലി പഠിക്കുകയും കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ ദീർഘകാല പ്ലാനുകൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. അതിനു പകരം നമ്മൾ ദീർഘകാല ലക്ഷ്യങ്ങളുണ്ടാവാം. എനിക്ക് ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ദീർഘകാല ലക്ഷ്യങ്ങളുണ്ടാവാം. പക്ഷേ പ്ലാനുകൾ എപ്പോഴും ഷോർട്ട് ടേം ആവുന്നതാണ് നല്ലത്. അത് എന്ത് ജോലികളാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് ചിലപ്പം 5 വർഷം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് മാറും, പിന്നെ ഒരു 5 വർഷം കൂടെ കഴിയുമ്പോഴത്തേനും വീണ്ടും മാറും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിളായിരിക്കണം. നമ്മൾ കോളേജിൽ പഠിച്ച അതേ സ്കില്ല് വെച്ച് നമുക്ക് അടുത്ത 20 വർഷം പോവാം എന്ന് വിചാരിച്ചാൽ ഇനി മുന്നോട്ടുള്ള കാലത്തിൽ അത് ഇംപ്രാക്ടിക്കലാണെന്നേ ഞാൻ പറയുള്ളൂ, തീർച്ചയായിട്ടും. ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാൻ വേണ്ടി ചേട്ടൻ പറഞ്ഞ് നമ്മുടെ ആശങ്കകൾ. ഞാൻ പറയും, ഒന്നാമത്തെ കാര്യം, ആശങ്കകളൊക്കെ വളരെ റിയലാണ്, വാസ്തവമാണ്. ജോലി പോവും, AI കാരണം ഇപ്പോഴുള്ള ഒരുപാട് ജോലികൾ പോയേ പോവും, അത് 100% ഉറപ്പാണ്. അതിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഭംഗി വാക്ക് വെച്ച് പറയാൻ ശ്രമിച്ചാലും അത് സംഭവിച്ചിരിക്കും. ഇനി അത് സംഭവിക്കുമ്പം എന്ത് മാറും എന്നുള്ള കാര്യത്തിന് ഞാനൊരു 15 വർഷത്തിലേക്ക് പുറയിലേക്ക് പോയി ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് 15 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ വീഡിയോ എന്നൊരു എക്സാമ്പിൾ, നമുക്കിപ്പം ഈ ക്യാമറ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാതൃഭൂമി ഓൺലൈനിന് വേണ്ടിയിട്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 15 വർഷം മുമ്പ് ഇത് വീഡിയോ എന്ന് പറയുന്ന കാര്യം, നമ്മുടെ ഒരു ചെറിയൊരു നാട്ടും പ്രദേശം എടുക്കാം, ഏതെങ്കിലും ഒരു നാട്ടും പ്രദേശം, കേരളത്തിലെ ഒരു നാട്ടും പ്രദേശത്തിൽ വീഡിയോ എന്ന് പറയുന്ന മാധ്യമം കാരണം ഉപജീവനം കഴിക്കുന്ന എത്ര പേരൊരു നാട്ടിലുണ്ടാവും എന്നാലോചിച്ച് നോക്കാം. ഓക്കെ, മേ ബി അവിടുത്തെ അടുത്തുള്ള നഗരത്തിൽ ഒരു ചാനലിൽ ക്യാമറാമാനായിട്ടുള്ള ഒരാൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവുമായിരിക്കും. കല്യാണങ്ങൾക്ക് ക്യാമറ ഷൂട്ട് ചെയ്യുന്ന 2-3 പേര് ആ നാട്ടും പ്രദേശത്ത് ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ഒരു 4-5 പേര് ഒരു നാട്ടും പ്രദേശത്ത് വീഡിയോ കാരണം ഉപജീവനം കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. 2010 കഴിഞ്ഞപ്പോഴത്തേനും ക്യാമറകൾ വന്നു, ഫോൺ ക്യാമറ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആർക്കും ഫോണിൽ വീഡിയോ എടുക്കാം എന്നുള്ള അവസ്ഥ വന്നു. ഡിജിറ്റൽ ക്യാമറാസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആർക്കും പ്രൊഫഷണൽ വീഡിയോസ് എടുക്കുന്നതും പഴയതിനേക്കായി വളരെ എളുപ്പമാക്കി. മറ്റേ ബോക്സ് ക്യാമറയ്ക്ക് പകരം സിമ്പിളായിട്ടുള്ള ക്യാമറകൾ വെച്ച് ചെയ്യാം എന്നായി. ഇനി അതും കഴിഞ്ഞിട്ട് ഫോണിൽ ക്യാമറ എടുക്കാമെന്നായി. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് വീഡിയോ എന്ന് പറയുന്ന മാധ്യമം വളരെ വലുതായി. യൂട്യൂബ് വരുന്നു, യൂട്യൂബിനകത്ത് ആർക്കും കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നായി. ഇതുപോലെ നമ്മളിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു കോണ്ടൻറ്റിന് കാഴ്ചക്കാരായി. അത് കാണാം എന്നുള്ള അതൊരു ഇൻഡസ്ട്രിയായി മാറി. ഓക്കെ,
ഇതൊന്നും അല്ലാതെയും യൂട്യൂബായിട്ടും ടിക്ടോക്കായിട്ടും ഇൻസ്റ്റാഗ്രാമായിട്ടും ഇങ്ങനെ ഒരു വലിയ എക്കണോമി അതിന് ചുറ്റും വളർന്നു വന്നു. അപ്പം ഇപ്പം കല്യാണത്തിന് വീഡിയോ എടുക്കുന്നവർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, ചാനൽ ക്യാമറാമാൻസ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവരുടെ സ്കില്ല് മാറിയിട്ടുണ്ടാവും. പഴയ ബോക്സുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ആരും കല്യാണത്തിന് ജോലി കൊടുക്കില്ല. പകരം അവർ പുതിയ ക്യാമറകളും പുതിയ മറ്റേ സിസ്റ്റംസും ചിലപ്പം ഡ്രോണും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ച് ചെയ്യേണ്ടി വരുമായിരിക്കും. ടെക്നോളജി മാറി, അവരും പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നു. പക്ഷേ അവരുടെ കൂടെ അന്ന് 3 പേരായിരുന്നു ഒരു നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ 30-300 ആൾക്കാർ ആ നാട്ടിൽ വീഡിയോ വഴി ചെറുതോ വലുതോ ആയ രീതിയിൽ ഉപജീവനം കഴിക്കുന്ന ആൾക്കാരുണ്ടായി. ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം ഡെമോക്രറ്റൈസ് ആവുക എന്ന് ഞാൻ പറയും. അതായത് വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു സ്കില്ല് എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന ഒരു സിനാരിയോ വരുമ്പം ഇങ്ങനെയാണ് എക്കണോമി മാറുന്നത്. അത് വീഡിയോ ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പം ടെക്നോളജി എപ്പോഴും ചെയ്യുന്നത് നമ്മളുടെ സ്കില്ലുകളെ ഡെമോക്രറ്റൈസ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 1 വർഷം പോയി മീഡിയ സ്കൂളിൽ പഠിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന വീഡിയോഗ്രാഫി എന്ന് പറയുന്ന കാര്യത്തിനെ ആർക്കും ചെയ്യാവുന്ന കാര്യമാക്കി ടെക്നോളജി മാറ്റി. അപ്പോൾ ആ ഡെമോക്രറ്റൈസേഷൻ വരുന്ന എല്ലാ മൊമെൻറ്റിലും അതിന് ചുറ്റുമുള്ള അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും വളരെയധികം വലുതാവും. ഇതേ കാര്യമാണ് എഐയുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. അപ്പം എഐയുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുമ്പം ഇതിനെക്കാട്ടിലും വളരെ വലിയൊരു ചേഞ്ച് ആണെന്ന് മാത്രം. എഐ ചെയ്യുന്നത് ഒരുപാട് ഫീൽഡുകളെ ഒരേ സമയത്ത് ഡെമോക്രറ്റൈസ് ചെയ്യുവാണ്. വീഡിയോ പോലെയുള്ള എന്താ പറയുക, എനി ഒരു ഡിസൈൻ, ഗ്രാഫിക് ക്രിയേഷൻ, ഇതുപോലത്തെ കാര്യങ്ങൾ, എഴുത്ത്, അതല്ലെങ്കിൽ റിസർച്ച്, എനി ക്ലറിക്കൽ വർക്ക്, ഇതുപോലെ മനുഷ്യൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ, അതായത് ഒരു പെർട്ടിക്കുലർ സ്കില്ല് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളെ AI എന്ന് പറയുന്ന കാര്യം വന്ന് ഡെമോക്രറ്റൈസ് ചെയ്ത് ആർക്കും ചെയ്യാവുന്ന കാര്യമാക്കി മാറ്റും. ഒരു കവിത എഴുതുന്നത് ആർക്കും ചെയ്യാം, ഒരു ചെറിയ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നത് ആർക്കും ചെയ്യാം, ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നത് ആർക്കും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറും. അപ്പം ഒബ്വിയസ്ലി എന്താ സംഭവിക്കുക, ഇപ്പം ആ ഹ്യൂമൻ സ്കില്ലിലെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കി അങ്ങനെ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ജോലികളിൽ അപ്രസക്തമാവും. പക്ഷേ കല്യാണങ്ങൾ എന്നുള്ളതിൽ ഒതുങ്ങി നിന്ന കാര്യങ്ങൾ യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും പോയി കൂടുതൽ ആൾക്കാരിലേക്ക് പോയതുപോലെ തന്നെ പുതിയ ഒരുപാട് ഏരിയാസ് പൊങ്ങി വരും. അപ്പം അത് AI തന്നെ ആ പുതിയ ഏരിയാസ് വരാൻ വേണ്ടി കാരണവുമാവും. ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് പറയുകയാണ്. നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകളെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല, പക്ഷേ US സെൽഫ് ഡ്രൈവിംഗ് ടാക്സികളുണ്ട്. നമുക്ക് ഊബർ വിളിക്കുന്ന പോലെ സെൽഫ് ഡ്രൈവിംഗ് ടാക്സി വിളിച്ച് ആരുമില്ല, കാറ് വന്ന് നിൽക്കുന്നു, നമ്മളകത്ത് കയറിയിരിക്കുന്നു, അത് നമ്മളെ ഒരിടത്ത് കൊണ്ട് വിടുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. വെയ്മോ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ടെസ്റ്റ് ഡ്രൈവിംഗ് കാറുകൾ ആക്റ്റീവാണ്. ചിലപ്പം വലിയ താമസമില്ലാതെ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലും വരുമായിരിക്കും. സെൽഫ് ഡ്രൈവിംഗ് ടാക്സികളും സെൽഫ് ഡ്രൈവിംഗ് ട്രക്കുകളും വരുമ്പം ഡ്രൈവർക്ക് ജോലി പോവില്ലേ? ഒബ്വിയസ്ലി ഡ്രൈവർമാർക്ക് ജോലി പോകും. പിന്നെ ഡ്രൈവർമാരുടെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഒരുപാട് ഡ്രൈവർമാർക്ക് ജോലി പോകും. അത് ഒരു AI ടെക്നോളജിയാണ്. റോബോട്ട് പോലെ തന്നെ AI പിടിച്ച് കാറിനകത്ത് വെക്കുന്നതാണ് സെൽഫ് ഡ്രൈവിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ. അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലത്തെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു AI കാറിനകത്ത് കൊണ്ട് വെക്കുക, അല്ലെങ്കിൽ ട്രക്കിനകത്ത് കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. AI കാരണം ജോലി പോകുന്ന ഒരു വിഭാഗം ആൾക്കാരായിരിക്കും ഡ്രൈവേഴ്സ്. എന്നാൽ നമ്മൾ നാളെ കൊച്ചിയിൽ ഇപ്പോൾ അസ്യൂം ചെയ്യുക 100,000 കാറുകളുണ്ടെന്ന് വിചാരിക്കുക. 100,000 കാറുകൾ ആവറേജ് 3 മണിക്കൂർ ഒരു ദിവസം കൊച്ചിയിലെ നിരത്തുകളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ 100,000 കാറുകൾ നാളെ സെൽഫ് ഡ്രൈവിംഗ് ആവുന്ന ഒരു സിനാരിയോ ആലോചിച്ചാൽ, നമ്മൾ വെറുതെ ഒന്ന് ഊഹിക്കാം, ഒന്ന് ഇമാജിൻ ചെയ്യാം. ആവുന്ന ഒരു സിനാരിയോ എടുത്താൽ എന്താണ് ശരിക്കും സംഭവിക്കുക? 100,000 കാറുകൾ 3 മണിക്കൂർ വീതം 3,00,000 മണിക്കൂറുകൾ. ഇപ്പം ഈ കാറിനകത്ത് ഒരാളെങ്കിലും ഈ 3,00,000 മണിക്കൂറുകൾ 1,00,000 പേര് കൊച്ചിയുടെ നിരത്തുകളിൽ നേരെ മുന്നിലോട്ട് ഇതേ മാത്രം നോക്കി 3 മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇതെല്ലാം സെൽഫ് ഡ്രൈവിംഗ് ആവുകയാണെങ്കിൽ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ അവർ അതേ തന്നെ ആ കാറിനകത്ത് തന്നെ ഉണ്ടാവും. പക്ഷേ അവരുടെ സമയം പെട്ടെന്ന് ഫ്രീ ആയി. ഓക്കെ, അപ്പോൾ ആ 3,00,000 മണിക്കൂർ ആൾക്കാർ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് പോലത്തെ ഒരു മൊമെൻറ്റ് നമ്മുടെ മുന്നിലേക്ക് വരും. ആ കാറിനകത്ത് ആൾക്കാർക്ക് ചെയ്യാൻ കാര്യങ്ങൾ വേണം. അത് ചിലപ്പം വായനയായിരിക്കാം, ചിലപ്പോൾ ഗെയിമുകളായിരിക്കാം, ചിലപ്പം ഡിജിറ്റലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചിലപ്പോൾ ഗെയിമുകളായിരിക്കാം, ബോർഡ് ഗെയിമുകളായിരിക്കാം. കാറുകളുടെ രൂപം തന്നെ ചിലപ്പം മാറും. ഇപ്പം തന്നെ ടെസ്ല അൺവെയിൽ ചെയ്ത റോബോ വാൻ എന്ന് പറയുന്ന സാധനം ഒരു ലോഞ്ച് പോലാണ്, വട്ടത്തിലിരിക്കുകയാണ്, അല്ല ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ്. കാരണം കാറിന് തന്നെ ഓടുകയാണല്ലോ, എല്ലാവരും വഴി നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന്
ആളുകളുടെ 3 ലക്ഷം മണിക്കൂറാണ് കൊച്ചി നിരത്തുകളിൽ മാത്രം നമ്മൾ ഫ്രീ ആവുന്നത്. ആ 3 ലക്ഷം മണിക്കൂറുകൾ അവർക്ക് കൺസ്യൂം ചെയ്യാൻ കോണ്ടന്റ് വേണം. ആ കോണ്ടന്റ് ആര് ജനറേറ്റ് ചെയ്യും? കുറേയൊക്കെ AI ജനറേറ്റ് ചെയ്യുമായിരിക്കും, കുറേയൊക്കെ AI-നെ യൂസ് ചെയ്ത്. അപ്പം കോണ്ടന്റിൻ്റെ ആവശ്യം ഭയങ്കരമായിട്ട് കൂടുകയാണ്. അല്ലെ ഇപ്പോൾ ഉള്ളതിനേക്കാട്ടിലും വളരെ വലുതാവുകയാണ്. ഇങ്ങനെയാണ് അതൊരു എലിമെൻ്റാണ്. അപ്പോൾ പെട്ടെന്ന് വേറെ പുതിയ കുറേ ജോലികൾ അവിടേക്ക് പുതിയതായിട്ട് കയറി വരുമായിരിക്കും. കോണ്ടന്റ് ജനറേഷനും എൻ്റർടൈൻമെൻറ്റും ഇതുപോലത്തെ ഏരിയാസിൽ ചിലപ്പോൾ കൂടുതൽ. അപ്പം ജനറലി ആൻഡ് ഇതിനെ നമുക്ക് വേറെ ഒരു വലിയ ക്യാൻവാസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. AI ഏത് ഏരിയയിലും ഇതാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു ദിവസം എടുത്ത് ചെയ്യുന്ന കാര്യം എനിക്ക് AI-യുടെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ ChatGPT-യുടെ ഹെൽപ്പോടുകൂടി എനിക്ക് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. ബാക്കി 8 മണിക്കൂർ എൻ്റെ ഫ്രീ ആണ്. ആ 8 മണിക്കൂർ ഞാനെന്ത് ചെയ്യും? അവിടെ എന്നെ എൻ്റർടൈൻ ചെയ്യാനോ എന്നെ എൻഗേജ് ചെയ്യാനോ വേറെ കുറേ കാര്യങ്ങൾ വേണ്ടി വരും. ഇങ്ങനെയാണ് എക്കണോമി വളരുന്നത്. അപ്പം ഒരു സൈഡിൽ ജോലികൾ കുറേ നഷ്ടപ്പെടും, മറ്റേ സൈഡിൽ അതിലും കൂടുതൽ ജോലികൾ ക്രിയേറ്റഡ് ആവപ്പെടും. അപ്പം അവിടെയാണ് എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യൻ ചേഞ്ച് ചെയ്യാൻ റെഡിയാവുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഞാൻ ഈ ജോലിയെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടും, വെറുതെ ഇരിക്കേണ്ടി വരും. അൺഫോർച്ചുനേറ്റ്ലി അതൊരു ഹാർഡ് ട്രൂത്താണ്. പകരം ഞാൻ മാറാൻ തയ്യാറാണ്, ഞാൻ AI-നെ ഉപയോഗിക്കാൻ തയ്യാറാണ്, എനിക്ക് പുതിയ സ്കില്ല് പഠിക്കാൻ എൻ്റെ മനസ്സുണ്ട് എന്ന് വിചാരിക്കുന്ന മൊമെൻറ്റിൽ അങ്ങനെ വിചാരിക്കുന്നവർ വലുതാവും. വിചാരിക്കുന്നവരുടെ മുന്നിലുള്ള അവസരങ്ങൾ ഒരുപാടെണ്ണം തുറന്നു വരികയും ചെയ്യും. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പം പലപ്പോഴും കേൾക്കുന്നതാണ് ചില ജോലികൾ നഷ്ടപ്പെടും, ചില ജോലികൾ അല്ലെങ്കിൽ ചില തൊഴിൽത്തുറകൾ ഉയർന്നു വരുന്നു. പക്ഷേ എന്താണ് ഉയർന്നു വരുന്ന തൊഴിൽത്തുറകൾ എന്നുള്ളതിനെക്കുറിച്ച് ആരും അധികം വിശദമായിട്ട് പറയാറില്ല. പക്ഷേ നഷ്ടപ്പെടുന്ന തൊഴിലുകളെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് തന്നെ. അതെ അതെ. അപ്പോൾ എന്താണ് ഈ പുതിയ തൊഴിലുകൾ ഉയർന്നു വരും എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ. ഓക്കെ, അത് കാരണം അത് 2010 അതായത് ഇനി അത് ഇവോൾവ് ചെയ്ത് വരണം, ഇനിയും ഇവോൾവ് ചെയ്ത് വരണം. ഇവോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് കയ്യിലുള്ള ഈ തൊഴിൽ നഷ്ടപ്പെടുന്നു, മറ്റേത് ഇവോൾവ് ചെയ്ത് വരാനിരിക്കുന്നു അല്ല. ഇത് പാരലലി സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ 2010 ഫോൺ വന്നപ്പോഴും ആരും വിചാരിച്ചില്ല ക്രിയേറ്റർ എക്കണോമി എന്ന് പറയുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് പൈസ ഉണ്ടാക്കി തുടങ്ങും. എന്താ പറയുന്ന വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഭയങ്കരമായിട്ടല്ല, പക്ഷേ ക്രിയേറ്റിവിറ്റി മനസ്സിലുണ്ട്, അതിനുവേണ്ടി കഷ്ടപ്പെടാൻ മനസ്സുള്ള കുറേ ആൾക്കാർക്ക് വന്നിട്ട് കോണ്ടന്റ് ഉണ്ടാക്കി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം, അതുകൊണ്ട് ബെൻസ് മേടിക്കാം, അതുകൊണ്ട് നല്ലൊരു ലൈഫ് ഉണ്ടാക്കാം എന്ന് 2010 ആരും ഊഹിച്ചിട്ടുണ്ടാവില്ല. കാരണം അതിന് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനം വന്നു, അത് കഴിഞ്ഞ് ടിക്ടോക്ക് എന്ന് പറയുന്ന സാധനം വന്നു, അത് പോപ്പുലറായി. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ക്രിയേറ്റർ എക്കണോമി എന്ന് പറയുന്ന കാര്യം വലുതായി. അപ്പം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ്, അങ്ങനെ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ കോണ്ടൻറ്റ് ഇതെല്ലാം വലിയ ഏരിയാസാണ്. കാരണം സ്വാഭാവികമായിട്ട് നമുക്ക് ട്രെൻഡുകൾ വെച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ ആളുകളുടെ സമയം ഒരുപാട് ഫ്രീ ആവും എന്നുള്ളത് വലിയൊരു വാസ്തവമാണ്. എനിക്ക് ഇപ്പം ഞാൻ 5 മണിക്കൂർ എടുക്കുന്ന ചെയ്യുന്ന ജോലി എനിക്ക് 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ സമയം ഫ്രീ ആവും. അപ്പം കഴിഞ്ഞ 10 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള കോണ്ടന്റിൻ്റെ മേളിലുണ്ടായിട്ടുള്ള ഡിമാൻഡിനെക്കാട്ടിലും വലുതായിരിക്കും അടുത്ത 10 വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഇൻക്രീസ്. അപ്പം സ്വാഭാവികമായും ക്രിയേറ്റേഴ്സ് അതുപോലെയുള്ള ക്രിയേറ്റീവായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ഗെയിമുകൾ ക്രിയേറ്റ് ചെയ്യുക, ആളുകളെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് സ്വാഭാവികമായും വലിയൊരു വളർച്ച വരും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഇവോൾവ് ചെയ്ത് വരണം. എന്ത് പ്ലാറ്റ്ഫോമിലായിരിക്കും? യൂട്യൂബ് പോലെ പുതിയ എന്തെങ്കിലും കാര്യം വരുമോ? ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവോൾവ് ചെയ്ത് വരണം. പക്ഷേ സ്വാഭാവികമായും അത് സംഭവിക്കും. ഇതിൻ്റെ അകത്ത് വേറൊരു സംശയം, ഈ കണ്ടന്റ് ജനറേറ്റ് ചെയ്യണം, അതുപോലെ എൻ്റർടൈൻമെൻറ്റ് വരുന്നു, പക്ഷേ ഇത് കാണാൻ പണമുള്ള ഒരു സമൂഹം വേണ്ടേ? അപ്പോൾ ഈ പണം ഉള്ള ഒരു സമൂഹത്തിൻ്റെ ജോലി യഥാർത്ഥത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ, നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ, അപ്പോൾ അങ്ങനെ ഒരു സമൂഹം എങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്ന? അവിടെയാണല്ലോ ഇത് ഒരു കാര്യം മാത്രമല്ല ഇവോൾവ് ആയി വരുന്നത്. ഒരു 1000 കാര്യങ്ങൾ ഒരേ സമയത്തായിരിക്കും ഇവോൾവ് ആയി. ഞാനിപ്പോൾ പറഞ്ഞ കോണ്ടന്റ് എന്ന് പറയുന്നത് അതിൽ ഒരു കാര്യം മാത്രമാണ്. ഇതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ പറയുവാണെങ്കിൽ ഡേറ്റ സെക്യൂരിറ്റി അല്ല സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ഭയങ്കര ശക്തമായി വളർന്നു വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ആളുകളെല്ലാം സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഭയങ്കര കോമൺ ആവുന്നു, AI തന്നെ കോമൺ ആവുന്നു എന്ന് വരുമ്പോഴത്തേനും ഇതിൻ്റെയൊക്കെ സേഫ്റ്റി, സെക്യൂരിറ്റി, എത്തിക്കൽ നേച്ചർ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യനബിൾ ആണ്. അപ്പം ആ ഒരു വിഭാഗം കമ്പ്യൂട്ടർ സയൻസിനകത്തെ സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി എന്ന് പറയുന്ന വിഭാഗം വളരെയധികം വലുതാവും. അതുപോലെ റോബോട്ടിക്സ് എന്ന് പറയുന്ന വിഭാഗം വളരെയധികം വലുതാവും. നാളെ റോബോട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യം വളരെയധികം വലുതാവും. ചിലപ്പം നമ്മുടെ നാട്ടിൽ
കുറേ അധികം ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഒരു റോബോട്ട് പ്രൊഡക്ഷൻ ഫാക്ടറിയിലായിരിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം AI തന്നെ ചില പർട്ടിക്കുലർ കാര്യത്തിൽ ട്രെയിൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചിലപ്പം വലുതാവാം. ഇങ്ങനെ ആയിരക്കണക്കിന് പുതിയ ഏരിയാസ് വരും. ആൻഡ് ആ ഏരിയാസ് വരുമ്പം മാത്രമേ എക്കണോമി എപ്പോഴും ബാലൻസിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. മേടിക്കാൻ ആളില്ലെങ്കിൽ ആരും വന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നില്ല. മേടിക്കാൻ ആൾ വേണമെങ്കിൽ ആ എക്കണോമി സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. ഇങ്ങനൊരു ഇക്വിലിബ്രിയം എപ്പോഴും ഏത് എക്കണോമിയിലും ഉണ്ടാവും. അപ്പം ഒരു 1000 പുതിയ സാധനങ്ങൾ, പുതിയ അവന്യൂസ് ഒരേ പാരലലി തുറന്ന് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഒരു മേ ബി 500 അവന്യൂസ് അടയുമായിരിക്കും. അപ്പം AI വലുതാവണമെങ്കിൽ അത് മേടിക്കാനുള്ള, അതിനെ കൺസ്യൂം ചെയ്യാനുള്ള ആൾക്കാരും വേണം. അപ്പം ഇറ്റ് വിൽ ഗ്രോ ഇൻ ബാലൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എക്സാക്ട് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന ആ ഏരിയയിലാണ്. ആ 1000 എണ്ണം എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദ ഓൺലി തിങ് ഇസ്, ഞാനിപ്പോൾ പറയുക, AI ഉപയോഗിച്ച് തുടങ്ങുക. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഫോൺ വന്ന സമയത്ത് നിങ്ങൾ ഫോൺ കൊണ്ട് വീഡിയോ എടുത്ത് തുടങ്ങുക. ബാക്കി യൂട്യൂബ് വരുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ വീഡിയോ എടുക്കാനും ഫോൺ കൊണ്ട് വീഡിയോ എടുത്ത് അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും ഒക്കെ പഠിക്കുക എന്ന് മാത്രമേ 2010-ലോ 2011-ലോ എനിക്ക് പറയാൻ പറ്റുമായിരുന്നുള്ളൂ. ഓക്കെ, എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. AI ഉപയോഗിച്ച് തുടങ്ങുക. AI വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുക. അതൊരു നിങ്ങളുടെ ഇപ്പോഴത്തെ വർക്കിനെ എളുപ്പമാക്കുന്നതായിക്കോട്ടെ, ഇപ്പോഴത്തെ പഠിക്കുന്ന ഒരു ആളാണെങ്കിൽ പഠിക്കുന്ന അസൈൻമെൻറ്റ് എഴുതുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളെ എളുപ്പമാക്കുന്നതായിക്കോട്ടെ, ഇതൊന്നും അല്ലെങ്കിൽ ഹോബിക്ക് വേണ്ടിയിട്ട് കവിതകൾ ഉണ്ടാക്കുകയോ ഡിസൈനുകൾ ഉണ്ടാക്കുകയോ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുകയോ, ഹോബിയായിട്ട് ചുമ്മാ സോഫ്റ്റ്വെയർ ടൂളുകൾ ഉണ്ടാക്കാം. ചെറിയൊരു ആപ്പ് ഉണ്ടാക്കാൻ ഇപ്പം ഈ എന്താ പറയുന്നത്, റെപ്ലിറ്റും ലവബിളും ഇതുപോലത്തെ ഒക്കെ ടൂളുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ChatGPT-യോട് പറഞ്ഞ് ഉണ്ടാക്കുന്ന പോലെ നമുക്കൊരു കുഞ്ഞ് ആപ്പ് ഉണ്ടാക്കാം. അപ്പം ഇതൊക്കെ ചെയ്തു തുടങ്ങാം. നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന AI-കളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുക. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു ചേഞ്ചിൽ ഏറ്റവും മുന്നേ നിൽക്കും. സോ ദാറ്റ് അവസരങ്ങൾ വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ചാടി ഇറങ്ങാൻ പറ്റും. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI-നെ എംബ്രേസ് ചെയ്യുക എന്നുള്ളതാണ്. AI-നെ സ്വീകരിക്കുക, എവറി ഡേ പാർട്ടാക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുട്ടിക്കാര്യത്തിലും ഒരു ഇമെയിൽ എഴുതണമെങ്കിൽ, ഒരു റിക്വസ്റ്റ് എഴുതണമെങ്കിൽ, ഒരു ആധാരം എഴുതണമെങ്കിൽ, എന്തിലും AI-നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ലൈഫ് AI-യുടെ ഒപ്പമാവും. പിന്നെ ആ മാറ്റങ്ങൾ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അതുമാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓണസ്റ്റ്ലി ഈ 3 വർഷം കഴിയുമ്പോൾ എന്ത് വരും എന്നുള്ളത് വെച്ച് പ്ലാൻ ചെയ്ത് ഇന്ന് നമുക്കൊരു കോഴ്സിന് പോകാനൊന്നും പറ്റില്ല. ആൻഡ് കോഴ്സിന് പോകേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയും. ഇപ്പം ഫണ്ടമെൻ്റൽ ഇസ് നമ്മൾ ഓരോരുത്തരും AI ഫസ്റ്റ് ആവുക, AI-യുടെ കൂടെ പോയി തുടങ്ങുക എന്നുള്ളതാണ്. ഈ AI-യുടെ കാലത്ത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള തൊഴിലിടം ഏതായിരിക്കും എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതിനെന്തായാലും ഉത്തരവുള്ളത്? സുരക്ഷിതമായ തൊഴിലിടം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ആൻസറാണ്. ഓക്കെ, സുരക്ഷ എന്ന് പറയുന്ന കാര്യം 2 രീതിയിൽ വരാം. ഒന്ന്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സുരക്ഷയുണ്ട്. ഓക്കെ, ഒരു ഗവൺമെൻറ് ജോലിയിലെ സുരക്ഷ എന്ന് പറയുന്നത് ആ ഗവൺമെൻറ് ജോലിയുടെ സ്വഭാവം കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന, അതായത് ആ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സുരക്ഷയാണ്, അല്ലാതെ ആവശ്യം കൊണ്ടുള്ള സുരക്ഷയല്ല. ഓക്കെ, അതാണ് ഗവൺമെൻറ് ജോലിയിലെ സുരക്ഷ. അപ്പം ഞാൻ പറയാം, ഓക്കെ, ഗവൺമെൻറ് ജോലി എടുത്തോ, സുരക്ഷിതമാണ്. കാരണം AI ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സിസ്റ്റം കാരണം അവിടെ ഒരു സുരക്ഷിതത്വം ഉണ്ട്. ഞാൻ ആ സുരക്ഷയെപ്പറ്റി അല്ല പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ക്ലാരിറ്റിയോടുകൂടി പറയട്ടെ. ആക്ച്വൽ സുരക്ഷിതത്വം ഇസ് AI ഉപയോഗിക്കുന്ന ജോലികളായിരിക്കും ഏറ്റവും സുരക്ഷിതമായ ജോലികൾ. AI ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന തൊഴിലിടങ്ങളായിരിക്കും ഏറ്റവും സുരക്ഷിതം ലോങ് ടേമിലേക്ക് ആലോചിച്ചാൽ എന്നായിരിക്കും ഞാൻ പറയുക. കാരണം നിങ്ങളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഏജൻസി ആണെന്ന് വിചാരിക്കുക. ഞാൻ AI ഉപയോഗിക്കില്ല എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ഏജൻസിനെയൊക്കെ സുരക്ഷിതം ഞാൻ AI ഉപയോഗിക്കും എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ഏജൻസി ആയിരിക്കും. അപ്പം എൻ്റെ ടീമിലെ എല്ലാവരും AI ഉപയോഗിച്ചാണ് മാർക്കറ്റിംഗ് കോണ്ടൻറ്റ് ഉണ്ടാക്കുന്നത്, ആഡിന് വേണ്ടി കോണ്ടൻറ്റ് എഴുതുന്നത്, വീഡിയോകൾ ഉണ്ടാക്കുന്നത്, പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നത് എങ്കിൽ ആ തൊഴിലിടം കൂടുതൽ സുരക്ഷിതമായിരിക്കും. അപ്പം എപ്പോഴും എവിടെയാണെങ്കിലും AI കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതകളുള്ള തൊഴിലിടങ്ങൾ തേടി പോകുന്നതാണ് എപ്പോഴും ഏറ്റവും സുരക്ഷിതം. ഇനിയും വളരെ സ്പെസിഫിക് ആയിട്ട് പറയാനാണെങ്കിൽ സോഫ്റ്റ്വെയർ സ്പേസിനകത്ത് ഇപ്പം ഈ പറയുന്ന പോലെ സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യം വളരെ വളരെ ബൂമിംഗ് ആണ്, ഭയങ്കര പെട്ടെന്ന് മുകളിലേക്ക് കയറി വരുന്നതാണ്.
കോണ്ടൻറ്റ് ഇൻ ജനറൽ, കോണ്ടൻറ്റ് ഡെവലപ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് ഇൻ ജനറൽ ഭയങ്കര മുന്നോട്ടേക്ക് വളരെ വളർച്ച ഉണ്ടാവുന്നതാണ് എന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ സാധാരണ മനുഷ്യർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി, നോർമൽ ഹ്യൂമൻ ആൾക്കാർക്ക്, സാധാരണ ആൾക്കാർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് AI ഉപയോഗിച്ച് തന്നെ ടൂളുകൾ, കുഞ്ഞു കുഞ്ഞു ടൂളുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ സോഫ്റ്റ്വെയറിൽ തന്നെ സുരക്ഷിതമായ ഏരിയാസാണ്. ഇതൊക്കെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഏരിയാസാണ്. അപ്പം സുരക്ഷ എന്ന് പറയുന്ന ഫാക്ടറിനെ നോക്കിപ്പോയാൽ എപ്പോഴും എന്താ പറയുക, ഇതുപോലത്തെ കുറേ ഏരിയാസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ഹൈ ലെവലിൽ പറഞ്ഞാൽ AI കൂടുതൽ ഉപയോഗിക്കുന്ന, ഇനി വേറൊരു ആംഗിളുണ്ട്. പലരും പറയുന്നൊരു കാര്യമാണ് AI എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത ഏത് തൊഴിലിടങ്ങളുണ്ട് എന്നുള്ള ഒരു ആംഗിൾ. അങ്ങനെ ആലോചിക്കുക, അതല്ലേ സുരക്ഷിതം എന്നുള്ള. ഞാനതിനെ ശക്തമായി എതിർക്കും. ശക്തമായിട്ട് എതിർക്കും. കാരണം എന്താ, നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ പറയാം, ഓക്കെ ഞാൻ ഒരു ഫിസിക്കൽ അധ്വാനമുള്ള ഒരു ഏരിയയാണ്, അവിടെ AI എത്തിപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല, അതുകൊണ്ട് അത് സുരക്ഷിതമാണ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്, അത് ചരിത്രത്തിലേക്ക് നോക്കിയാലും എപ്പോഴും വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എവിടെ ടെക്നോളജി വന്നിട്ടുണ്ടോ, ടെക്നോളജി സ്വീകരിക്കുന്ന തൊഴിലിടങ്ങൾ എപ്പോഴും അത് ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂവിൽ വലുതായി മാറിക്കൊണ്ടിരിക്കും. അത് ഇപ്പോൾ എക്സാമ്പിൾ ജോലിയുടെ കാര്യത്തിലും കൂലി അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പം കമ്പ്യൂട്ടർ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത തൊഴിലാണ് ഏറ്റവും സുരക്ഷിതം, അതുകൊണ്ട് ഞാൻ അത് മാത്രം ചെയ്യും എന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം കുറവുള്ളത് ആ തൊഴിലിടങ്ങളിലാണ്. നമുക്ക് വെറുതെ ചുറ്റും ആലോചിച്ചാൽ മനസ്സിലാവും. ഓക്കെ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന തൊഴിലിടങ്ങളിലാണ് ഏറ്റവും നല്ല വരുമാനമുള്ളത്. അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തുടങ്ങി ഒരു ബാങ്കിനകത്ത് വരെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന തൊഴിലിടങ്ങളിലാണ് ഏറ്റവും വരുമാനമുള്ളത്. അന്ന് ഞാൻ ഒരിക്കലും കമ്പ്യൂട്ടർ ഉപയോഗിക്കില്ല, ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത ഒരു സുരക്ഷിതമായ താവളം നോക്കും എന്ന് പറയുന്നവർ ഇന്ന് ഏറ്റവും കുറഞ്ഞ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. ഇതേ കാര്യമാണ് AI-യിലും സംഭവിക്കാൻ പോകുന്നത്. AI എത്തിപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലം സുരക്ഷിതമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ 5-10 വർഷത്തിന് ശേഷം ആ തൊഴിലിടം ഏറ്റവും വരുമാനം കുറഞ്ഞ തൊഴിലിടമായി മാറും. പകരം AI ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന തൊഴിലിടം ഏറ്റവും വരുമാനം കൂടിയതും ഏറ്റവും വളർച്ചയുള്ളതുമായിട്ടുള്ള തൊഴിലിടമായി മാറും. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സുരക്ഷ എന്ന് പറയുന്നത് AI-നെ കൂടുതൽ ഉപയോഗിക്കുന്ന തൊഴിലിടങ്ങളിലായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് പരാജയങ്ങളും വിജയങ്ങളും എല്ലാം കൂടി ഒരു സമ്മിശ്രമായിട്ടുള്ളൊരു ജീവിതമാണ്. എന്താണ് ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഒരു പാഠം, അതിനെക്കുറിച്ച് പറയാമോ? ഞാൻ ഏകദേശം കോളേജിൽ പഠിക്കുന്ന സമയം മുതലേ വളരെയധികം ഭാഗ്യം കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സ്റ്റാർട്ടപ്പ് സ്പേസിലേക്ക് വന്നതാണ്. അപ്പം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. കോട്ടയത്താണ് വീട്. അപ്പം ചെങ്ങന്നൂർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ തന്നെ 4th ഇയറിൽ കുറച്ച് പേർക്ക് സ്റ്റാർട്ടപ്പുകളുണ്ട്. അതാണ് നമുക്ക് ഇൻസ്പിറേഷൻ. അന്ന് വലിയ ലോകം മാറ്റിമറിക്കണമെന്നുള്ള ചിന്ത കൊണ്ടൊന്നുമല്ല, അന്ന് ക്യാമ്പസിലിരിക്കുമ്പോൾ ഇത് ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു കൂൾ കാര്യമാണ് എന്നുള്ളൊരു ചിന്ത കൊണ്ട് തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് മുതലേ ഭാഗ്യം കൊണ്ട് ആ ഏരിയയിൽ വന്നതാണ്. പക്ഷേ ആ ഏരിയയിൽ വന്നു, കോളേജിൽ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു. അത് കോളേജ് കഴിഞ്ഞപ്പോൾ അത് നിർത്തിയിട്ട് ജോലിക്ക് കയറി. 2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വീണ്ടും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. ആ സ്റ്റാർട്ടപ്പ് 4 വർഷത്തിന് ശേഷം ഒരു അമേരിക്കൻ കമ്പനി അക്വയർ ചെയ്തു. അത് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ് കമ്പനിയുടെ ആദ്യത്തെ അക്വിസിഷൻ ആയിരുന്നു. അപ്പം അതിനുശേഷം 4 വർഷം ആ കമ്പനിയുടെ കൂടെ നിന്നു. അതിനുശേഷം വീണ്ടും ഒരു കമ്പനി തുടങ്ങി. അത് പക്ഷേ അത്ര നന്നായിട്ട് പോയില്ല. അതൊരു 3 വർഷത്തിന് ശേഷം അത് നമുക്ക് നിർത്തേണ്ടി വന്നു. കോവിഡ് സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കോവിഡ് കഴിഞ്ഞോടുകൂടി അതിൻ്റെ ഡിമാൻഡൊക്കെ താഴേക്ക് പോയി, നിർത്തേണ്ടി വന്നു. ഇപ്പോഴും സ്റ്റാർട്ടപ്പുകളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇപ്പം ഞാനൊരു ഒരു വെഞ്ചർ ഫണ്ടാണ് റൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും സ്റ്റാർട്ടപ്പുകളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കമ്പനിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും 8-10 സ്റ്റാർട്ടപ്പുകളുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മോസ്റ്റ്ലി ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്പുകളുമായിട്ട്. അപ്പം എന്തുമാത്രം കാര്യങ്ങളാണ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന് ഏറ്റവും ഫസ്റ്റ് ഹാൻഡ് എന്നും കേൾക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഉള്ള എനിക്ക് തന്നെ പഠിക്കാനുള്ള കാര്യവും അതുതന്നെയാണ്. മാറ്റങ്ങൾ ഭയങ്കര നമ്മൾ വിചാരിക്കുന്നതിനേക്കാളിലും വേഗത്തിലാണ് മാറ്റങ്ങൾ നടക്കുന്നത്. സെൽഫ് ഡ്രൈവിംഗ് റിസർച്ച് ചെയ്യുന്ന കമ്പനി നമ്മുടെ കൊച്ചിയിലുണ്ട്.
അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭയങ്കര ഹൈടെക് നമ്മൾ ഇപ്പോഴെങ്കിലും ഇവിടേക്കും എത്തിപ്പെടത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ ഇവിടെ എത്തും എന്നുള്ളതിന് എനിക്ക് നേരിട്ട് അറിവുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ബിസിനസ് തന്നെ എടുക്കാം. ബിസിനസ്സിനകത്തെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒരുപാട് പ്രോസസ്സുകൾ, ആളുകൾക്ക് മനസ്സിലാവുന്ന കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്ന കാര്യം. ഞാൻ അടുത്തിടെ സംസാരിച്ച ഒരു കമ്പനി, ഡെറ്റ് കളക്ഷൻ ഉണ്ടല്ലോ, അതായത് കടം കൊടുക്കുന്ന കമ്പനികൾ തിരിച്ച് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ഇത് ഇപ്പം BPOകൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇപ്പം ബജാജ് ഫിൻസർവോ അല്ലെങ്കിൽ ഇതുപോലത്തെ അല്ലെങ്കിൽ ബാങ്കുകളോ ഇവരൊക്കെ ഷോർട്ട് ടേം കടങ്ങൾ കൊടുത്തിട്ട് അത് തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു BPO പ്രോസസ്സുണ്ട്. അത് അവർ ഔട്ട്സോഴ്സ് ചെയ്യും. വേറെ ഏതെങ്കിലും കമ്പനി അവരിരുന്ന് വിളിച്ച് നിങ്ങൾ തന്നില്ലല്ലോ, ഈ മാസത്തെ EMI അടച്ചില്ലല്ലോ എന്ന് പറയുന്ന ഒരു, നമുക്ക് ഈ ബാങ്കിൽ നിന്ന് കോളുകൾ കിട്ടുന്ന പരിപാടി. ഇത് ഇപ്പം 100 കണക്കിന് ആൾക്കാർ ഒരു ഫ്ലോറിൽ ഇരുന്ന് കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ കോൾ സെൻറ്റർ പ്രോസസ്സുകളിലെ ഏറ്റവും മോശമായ ഒരു പ്രോസസ്സെന്ന് ഞാൻ പറയും. കാരണം ഏറ്റവും ലോ മൊറൈൽ ആക്ടിവിറ്റിയാണ് ആൾക്കാരുടെ അടുത്ത് വിളിച്ച് പൈസ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പം പ്ലസ് ഇതിനകത്ത് ഇവർക്ക് ഇൻസെൻറ്റീവ് എന്തായിരിക്കും, നിങ്ങൾ എത്ര രൂപ കളക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ബാങ്കിന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ഇവരൊരു പരിധി വിട്ടൊന്നും പറയരുത് എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ 100 പേരിരുന്ന് എല്ലാ മിനിറ്റും കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആൻഡ് പ്ലസ് ഇവന് ഈ കോൾ ചെയ്യുന്ന ആൾക്കുടെ ഇൻസെൻറ്റീവ് ഈ എത്ര രൂപ അവർ ശരിക്കും അടയ്ക്കുന്നുണ്ടോ കണക്റ്റഡ് ആകുമ്പം ചിലപ്പോൾ ഇവർ ഭീഷണിയുടെ സ്വരം ഉപയോഗിക്കാം, ഇല്ലേ? സ്വാഭാവികമാണ്. ആൻഡ് അത് ഈ 100 പേരും വിളിക്കുന്നത് എല്ലാ മിനിറ്റും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ഹ്യൂമൻലി പോസിബിളും അല്ല. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ ആ സൈഡിൽ നിന്ന് ആലോചിച്ചാൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കും കോൾ സെൻറ്ററിൽ നിന്ന് ഫോൺ വരുന്നുണ്ടാവും. പക്ഷേ ആ കോൾ സെൻറ്ററിൽ ഫോൺ വിളിക്കുന്നവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണത്. ആൻഡ് അത് മാനേജ് ചെയ്യാനും അത് എപ്പോഴും നല്ല രീതിയിൽ തന്നെ അവർ സംസാരിക്കുമെന്ന് ഉറപ്പാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സംസാരിച്ച കമ്പനി ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കോൾ വിളിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ഇവരെനിക്ക് 2-3 വോയിസ് റെക്കോർഡിംഗ് അയച്ചു തന്നു. മലയാളത്തിലാണ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷല്ല, മലയാളത്തിൽ സംസാരിക്കും, നല്ല മലയാളത്തിൽ സംസാരിക്കും. പലപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത പോലും ഇതൊരു മനുഷ്യനല്ല അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇരുന്ന് വിളിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇവർ ചെയ്യുന്നത് ആദ്യത്തെ കോൾ ഇവർ ചെയ്യും, ഈ സിസ്റ്റം ചെയ്യും. അപ്പം ഇതിനകത്ത് ഒരു കോൺവെർസേഷനാണ് ഞാൻ ഭയങ്കരമായിട്ട് ഓർക്കുന്ന ഒരു കോൺവെർസേഷനാണ്. അപ്പം എനിക്ക് റെക്കോർഡിംഗ് അയച്ചു തരുന്നത്. അപ്പോൾ ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ പൈസ, ആദ്യം ഒരു സ്റ്റാൻഡേർഡ് കാര്യമാണ് പറയുന്നത്, നിങ്ങൾ പൈസ തരാനുണ്ട്, ഇത് മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഇത് ബാധിക്കും, അതുകൊണ്ട് എത്രയും വേഗം അടയ്ക്കണം എന്ന് AI പറയുകയാണ്. മറ്റേ അപ്പുറത്തുനിന്ന് ആൾ പറയുകയാണ്, എൻ്റെ പൈസ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് അടയ്ക്കാൻ എന്ന് പറയാം. അന്നേരം AIയുടെ റെസ്പോൺസാണ്, ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര റിവീലിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അത് ചിലപ്പോൾ ഒരു ഹ്യൂമൻ പോലും അവിടെ ഇരുന്ന് അങ്ങനെ പറയണമെന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയണമെന്നില്ല. എനിക്ക് വളരെ ഉറപ്പാണ് ഡെറ്റ് കളക്ഷൻ എന്ന് പറയുന്ന കോൾ സെൻറ്റർ പ്രോസസ്സ് ഇവിടെ ഇല്ലാണ്ടാവും. കാരണം എങ്ങനെ ആലോചിച്ചാലും ആ കോൾ സെൻറ്ററിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെയധികം ബെറ്ററാണ് ഈ AI ഇരുന്ന് കോൾ ചെയ്യുന്നത്. കാരണം ഒരു മനുഷ്യനെക്കാട്ടിലും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാനും കൺട്രോൾ വിടാതിരിക്കാനും ഈ ആ ഒരു വരച്ച വരയിൽ നിന്ന് അപ്പുറത്തേക്ക് പോവാതിരിക്കാനും ഒക്കെ ഈ AIക്ക് പറ്റും. നമുക്ക് AIനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ ആ 100 പേര് അവിടെ ഫ്ലോറിലിരിക്കുമ്പോൾ അത് നമുക്ക് പറ്റില്ല. അപ്പം ഇതൊരു എക്സാമ്പിളാണ്. അപ്പം ഒരേ സമയം അത് AIയുടെ വണ്ടർ അല്ലെ പുതിയ കാര്യങ്ങൾ വരുന്നതിൻ്റെ ഒരു കുട്ടി എക്സാമ്പിളാണ്. അതേസമയം കുറേ ആൾക്കാരുടെ ജോലി പോകുന്ന എക്സാമ്പിളുമാണ്. ഈ 100 പേർക്ക് വേറെ അവിടെ 10 പേര് മതിയായിരിക്കും. കാരണം ആദ്യത്തെ 3 കോള് AI തന്നെ ചെയ്യും. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകൾ മാത്രം ചിലപ്പം ഹ്യൂമൻ്റെ അടുത്തേക്ക് വന്നാൽ മതിയാവും. അപ്പോൾ ആ 90 പേരുടെ ജോലി അവിടെ പോകും, ഉറപ്പാണ്. പക്ഷേ ഇതുപോലെയാണ് ഡെവലപ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ ഇപ്പം എനിക്കൊക്കെ സെയിൽസ് കോളുകളൊക്കെ AI കോളുകൾ വന്നു തുടങ്ങി. ഇപ്പം ഞാൻ ഇത് എല്ലാ ദിവസവും കേൾക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും AI ആണോ അല്ലയോ എന്നുള്ളത്. പലതും പുതിയ സിസ്റ്റംസിൻ്റെയൊക്കെ ഡെമോ കേട്ടാൽ നമുക്ക് തിരിച്ചറിയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ബിസിനസ് പ്രോസസ്സുകളിൽ നമ്മൾ എന്നും ഇടപെടുന്ന ബിസിനസ് പ്രോസസ്സുകളിൽ ഇതുപോലത്തെ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞു. ഇപ്പം ഞാൻ ഈ സംസാരിച്ച കമ്പനി ഓൾറെഡി ഒരു എത്രയാ ഒരു 1,00,000 കോളിനടുത്ത് ഒരു ദിവസം ചെയ്യുന്നുണ്ട്. ഇതുപോലെ 1,00,000 കോളിനടുത്ത് ചെയ്യുന്നുണ്ട്. ആ 1,00,000 കോൾ ഒരു ദിവസം ഒരാൾ 100 കോൾ ചെയ്തു എന്ന് വിചാരിച്ചാൽ പോലും ആ 1,00,000 കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എത്രയാണ് 1000 പേര് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് ഇപ്പോൾ AI ചെയ്യുന്നത്. അത് ഓൾറെഡി സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പോലും അറിയാതെ ഇതുപോലത്തെ ഒരുപാട് അഡ്വാൻസ്മെൻറ്റുകൾ ഈ സ്പേസിൽ നടക്കുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ സ്കില്ലുകളെ റീഡിഫൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പൊതുവേ ഉള്ള ഒരു സംസാരമാണ് നമുക്ക് AI വന്നു കഴിയുമ്പോൾ ഇനിയും മനുഷ്യന് ഒന്നും എഴുതേണ്ടി വരില്ലല്ലോ, ഒന്നും പറയേണ്ടി വരില്ല, അങ്ങനത്തെ ബേസിക് സ്കില്ലുകൾ നമുക്ക് അന്യം നിന്ന് പോകുന്നു എന്നുള്ള അതല്ലേ ഉദ്ദേശിച്ചത്. അതിലും എനിക്ക് ഉള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവല്യൂഷനാണ്. മനുഷ്യർ എവല്യൂഷനിൽ വരുമ്പം ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും നമുക്ക് ആവശ്യമുള്ള സ്കില്ലുകൾ ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ ഒരു ഹോമോസേപ്പിയൻസ് സമയം അല്ലെങ്കിൽ ആദ്യം മനുഷ്യർ കാടുകളിൽ ഹണ്ട് ചെയ്ത് വളർന്ന ഒരു സമയം, അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ച ഒരു സമയം ഇത്രയും 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് ഏറ്റവും സ്പീഡിൽ ഓടാൻ പറ്റുന്നവനായിരുന്നു ആ നാട്ടിലെ ഏറ്റവും വലിയ കഴിവുള്ള ആൾ, അല്ലേ? കാരണം ഒരു മൃഗം വന്നാൽ ഓടി രക്ഷപ്പെടണം, വേറൊരു മൃഗത്തിനെ ഓടിച്ചിട്ട് പിടിക്കണമെങ്കിൽ പിടിക്കണം. അപ്പം സ്വാഭാവികമായും ഏറ്റവും ഓടാൻ കഴിവുള്ളവനായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ആൾ. ഫിസിക്കൽ ബലമായിരുന്നു എല്ലാം. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു, നമ്മൾ ആയുധങ്ങൾ വന്നപ്പം ചിലപ്പോൾ ഓട്ടത്തിനെക്കാട്ടിലും പ്രധാനം ഒരു കുന്തം എടുത്ത് കറക്റ്റായിട്ട് ഉന്നമുള്ള ആളായിരിക്കും. ഓക്കെ, അവിടെ ചിലപ്പം ഏറ്റവും കഴിവുള്ള ആൾ ഏറ്റവും നല്ല ഉന്നമുള്ള ആളായി മാറി. വീണ്ടും നമുക്ക് അഗ്രികൾച്ചർ വന്നു, ആളുകൾ ഒരുമിച്ച് താമസിച്ചു തുടങ്ങി, സോഷ്യൽ ലിവിങ് എന്ന് പറയുന്ന കാര്യം വന്നു. അപ്പം പെട്ടെന്ന് വീണ്ടും ഈ ആവശ്യമുള്ള സ്കില്ല് മാറി. അവിടെ ചിലപ്പം നന്നായിട്ട് ആളുകളെ കുറേ പേരെ ഒരുമിച്ച് കൂട്ടി ഒരു കൃഷിയിടത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ള ആളായി മാറി. അല്ലെങ്കിൽ ഈ കൃഷി ഓരോ സാധനങ്ങളുടെയും മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമായി. അപ്പോഴായിരിക്കാം ചിലപ്പോൾ ആദ്യമായിട്ട് ഫിസിക്കൽ ബലത്തിനെക്കാട്ടിലും പ്രാധാന്യം ഇൻ്റലക്ച്വൽ ബലത്തിന് വന്നു തുടങ്ങിയത്, അല്ലെ ബുദ്ധിക്ക് വന്നു തുടങ്ങിയത്. വീണ്ടും കാലം മുന്നോട്ട് പോയി. ഇപ്പം നമുക്കറിയാം, ഏറ്റവും നന്നായിട്ട് ഓടാൻ അറിയാവുന്നവൻ നമ്മുടെ സൊസൈറ്റിയിൽ, അല്ലെ ഏറ്റവും ഫിസിക്കൽ ബലമുള്ളവൻ നമ്മുടെ സൊസൈറ്റിയിൽ ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗെയിംസിലോ എന്നുള്ളതിനപ്പുറം സൊസൈറ്റിയിൽ ഓടാൻ ഏറ്റവും കഴിവുണ്ട് എന്ന് പറയുന്നതിനേക്കാട്ടിലും വാല്യൂ ബൗദ്ധിക ശക്തിക്കാണ്, അല്ലേ? അപ്പം അത് ഹ്യൂമൻ എവല്യൂഷനാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മനുഷ്യൻ്റെ ഓരോ സ്കില്ലും. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പ്രോബ്ലി ഒരു 30 ഫോൺ നമ്പർ അറിയാമായിരുന്നു കാണാതെ. ഇന്ന് എനിക്ക് പ്രോബ്ലി ഒരു 2 or 3 ഫോൺ നമ്പറാണ് കാണാതെ അറിയാവുന്നത്. അപ്പം ശരിക്കും ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, എൻ്റെ ഫോൺ നമ്പർ ഓർത്ത് വെക്കുക എന്ന് പറയുന്ന സ്കില്ല് അന്ന് എൻ്റെ സർവൈവലിനോ അല്ലെങ്കിൽ അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെ 2006 തൊട്ട് 2010 വരെയുള്ള സമയത്ത് ഫോൺ വന്നു തുടങ്ങുന്ന സമയം, അല്ലെങ്കിൽ ലാൻഡ് ഫോണുള്ള സമയം എടുക്കുക, അതിനു മുമ്പ് 2000 സമയത്ത് ഫോൺ നമ്പർ ഓർത്ത് വെക്കുക എന്ന് പറയുന്ന ഒരു നല്ല സ്കില്ലായിരുന്നു. ആ മനുഷ്യന് ആവശ്യമുള്ളൊരു സ്കില്ലായിരുന്നു. ഇന്നതൊരു ആവശ്യമില്ലാത്ത സ്കില്ല എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ ഓർത്ത് വെക്കാൻ കഴിവില്ല എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണോ? അല്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. എന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യരുടെ സ്കില്ലുകളെല്ലാം തന്നെ ഇവോൾവ് ആയി വരുന്നത്. നമുക്ക് ഓരോ കാലഘട്ടത്തിലും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മതി. ബാക്കി കാര്യങ്ങൾ വേണ്ട എന്നുള്ളതാണ് വാസ്തവം. വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ട. പക്ഷേ പണ്ട് 10 ഫോൺ നമ്പർ ഓർത്ത് വെക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഇപ്പം ഫോൺ നമ്പർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും. എനിക്ക് ഇന്നിപ്പം വിളിച്ച് എനിക്കൊരു 50 പേരെ വിളിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ പണ്ടത്തേനേക്കാട്ടിലും എഫിഷ്യൻ്റായിട്ട് എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റും, പണ്ട് ചെയ്യുന്നതിനേക്കാട്ടിലും. അപ്പം നെറ്റ് അതായത് ആകത്തുക എന്ന് പറയുന്നത് ഹ്യൂമൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്ന കാര്യം വളരുന്നതേ ഉള്ളൂ. ചില സ്കില്ലുകൾ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട്. അത് ഈവൻ നമ്മൾ മനുഷ്യരാശി എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കുന്നതിനേക്കാളും ഒരു കുട്ടിയുടെ കാര്യം ആലോചിച്ചാൽ പോലും ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പ്രൂണിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ 4-ാം വയസ്സിലൊക്കെ, അല്ലെ 3-ാം വയസ്സിലും 4-ാം വയസ്സിലും 200 രാജ്യങ്ങളുടെ ക്യാപിറ്റൽ ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രോഡിജി ആയിട്ട് വരുന്ന ഒരുപാട് കുട്ടികളെ കാണാറില്ലേ? പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടികൾ അതേ സ്കില്ലുകൾ കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല, പലപ്പോഴും ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 6 വർഷത്തിൽ നമ്മുടെ ഒരു മനുഷ്യനുണ്ടായി ആദ്യത്തെ 6 വർഷത്തിൽ എല്ലാ കാര്യങ്ങളും പഠിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും. എന്നിട്ട് ഈ മനുഷ്യൻ തന്നെ, ഇത് സയൻറ്റിഫിക്കലി ഉള്ള കാര്യമാണ്, ഒരു 8 വയസ്സാവുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഏറ്റവും മുകളിൽ ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ പ്രൂൺ ചെയ്യപ്പെടും, ബാക്കി കാര്യങ്ങൾ മറക്കും.
അതങ്ങനെയാണ് ഓരോ മനുഷ്യനും ഇവോൾവ് ആകുന്നത്. അതുപോലെ തന്നെയാണ് ഓവറോൾ മനുഷ്യരാശിയുടെ കാര്യം വരുമ്പോൾ. അപ്പം AI വരുമ്പോൾ ഒബ്വിയസ്ലി ഇപ്പം നമുക്ക് വേണ്ട കുറേ അധികം സ്കില്ലുകൾ, അത് എഴുത്താവാം, അത് ഡിസൈനിങ് ആവാം, അത് കവിത എഴുതലാവാം, ഇതിങ്ങനത്തെ പല, അല്ലെ അത് ഓർമ്മശക്തി ആവാം, അല്ലെ അതുപോലത്തെ പല സ്കില്ലുകളും ആവശ്യമില്ലാണ്ടായി മാറും. വേറെ പുതിയ സ്കില്ലുകൾ ആവശ്യമുള്ളതായി മാറും. അത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രം. അത് പുതിയ കാര്യമൊന്നുമല്ല. അത് ആയിരക്കണക്കിന് വർഷങ്ങൾ, അല്ലെ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ ഇടയ്ക്കുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനപ്പുറം ഒന്നുമില്ല. കവിത എഴുത്ത് അതിനെക്കുറിച്ചൊക്കെ പറയുമ്പം ഉള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയം, ആശങ്ക, അതായത് സർഗാത്മകതയെ ഇത് തകിടം മറിക്കുന്നു എന്നുള്ളൊരു വിഷയം ഇല്ലേ? ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സംഗതി എല്ലാ കാലത്തും മനുഷ്യൻ്റെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു, സവിശേഷതയായിരുന്നു. അത് ചരിത്രത്തിലുടനീളം ഗുഹാചിത്രങ്ങൾ മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് സാഹിത്യത്തിലാണെങ്കിലും കലയിലാണെങ്കിലും സംഗീതത്തിലാണെങ്കിലും ചിത്രകലയിലാണെങ്കിലും നൃത്തത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ അതൊക്കെ ഇനി അത് തുടച്ചു മാറ്റപ്പെടുന്ന ഒരു ചരിത്രമാണോ വരാൻ പോകുന്നത്? ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അത് തുടച്ചു മാറ്റപ്പെടും എന്നുള്ളത്. എഗെയിൻ നമുക്ക് ഹിസ്റ്ററിയിലേക്ക് പോകാം. ഓക്കെ, 100 വർഷങ്ങൾക്ക് മുമ്പ് സർഗാത്മകതയ്ക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. അത് നല്ല ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളതായിരിക്കാം. അല്ലെ 500-1000 വർഷങ്ങൾക്ക് മുമ്പോ മുതലേ നല്ലൊരു ചിത്രം വരയ്ക്കുന്നത് സർഗാത്മകതയുടെ ലക്ഷണമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷം എടുത്താൽ ഈ സർഗാത്മകത എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ടിക്ടോക്കിൽ നല്ലൊരു വീഡിയോ ഉണ്ടാക്കുന്നത് സർഗാത്മകതയാണോ എന്ന് ചോദിച്ചാൽ ചിലർക്കത് അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞാൻ പറയും അത് സർഗാത്മകതയാണ്, അത് ക്രിയേറ്റിവിറ്റിയാണ്. ടിക്ടോക്കിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ചുമ്മാ ടിക്ടോക്കോ ഇൻസ്റ്റാഗ്രാം റീൽസോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഈ 10 വയസ്സുള്ള പയ്യൻ അല്ലെ 15 വയസ്സുള്ള പയ്യൻ എന്ത് ക്രിയേറ്റീവായിട്ടാണ് ഓരോ വീഡിയോസ് ഉണ്ടാക്കുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് പാട്ട് പാടുന്ന സ്കില്ല് അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്ന സ്കില്ലോ അല്ല. അവൻ ഓക്കെ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് അത് വേറൊരു ആംഗിളിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനൊരു വെറൈറ്റി ഐറ്റം കിട്ടും എന്ന് പറയുന്ന അതൊരു ക്രിയേറ്റിവിറ്റിയാണ് അല്ലേ. ഇന്ന് ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്. കേരളത്തിലെ ഡൈനോമുക്ക് എന്ന് പറയുന്ന ഒരു ഗ്രാമം, അവിടെ ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുക. ബ്യൂട്ടിഫുൾ ഒരു മറ്റേ TV-യിലൊക്കെ ഫീച്ചർ പോലെ ക്രിയേറ്റ് ചെയ്തേക്കുക. ഡൈനോസറുകളും മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുന്ന ഡൈനോ കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷി. ഡൈനോ മുട്ടകൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഒരാൾ വന്നിരുന്ന് സംസാരിക്കുകയാണ്. ഞാൻ വർഷങ്ങളായി ഡൈനോകളെ വളർത്തുന്നുണ്ട്, ഡൈനോ മുട്ട ആണ് ഒരു വർഷം 300 മുട്ട വരെ എനിക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ. ഈ വീഡിയോ 3 വർഷം മുമ്പ് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇപ്പം AI വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്തു. പ്രോബബ്ലി വളരെ വളരെ ലിമിറ്റഡ് എഫേർട്ടിൽ അത് ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മുടെ ഇവിടുത്തെ ഏതോ ഒരു കൊച്ചിയിൽ തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നു, ഒരു ക്രിയേറ്റീവ് ഏജൻസി അവരുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോ ആണ്. അത് ഞാൻ പറയുകയാണെങ്കിൽ പണ്ട് എൻ്റെ വ്യൂവിൽ, ആൻഡ് പീപ്പിൾ വിൽ ഇത് ക്വസ്റ്റ്യനബിൾ ആണ്, പക്ഷേ എൻ്റെ വ്യൂവിൽ ഒരു ചിത്രം മനോഹരമായിട്ട് ഒരു പോർട്രേറ്റ് വരയ്ക്കുന്നതിലും ക്രിയേറ്റിവിറ്റി കൂടുതൽ സർഗാത്മകതയാണ് ആ വീഡിയോ ഉണ്ടാക്കുന്നതിൽ. അതിന് അവനെ ആ AI ടൂൾ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ആ തോട്ട്, അങ്ങനെ ഒരു തോട്ട് വെച്ചിട്ട് എനിക്ക് ശ്രദ്ധ പിടിച്ച് പറ്റാം എന്ന് പറയുന്ന ആ തോട്ട് ഇറ്റ് സെൽഫ് ഇസ് ക്രിയേറ്റീവ്. ആ വീഡിയോ ഉണ്ടാക്കിയത് ഇസ് ക്രിയേറ്റീവ്. ആ വീഡിയോ ഉണ്ടാക്കാൻ AI ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ആ ക്രിയേറ്റീവ് ഏജൻസി ആരാണോ അവരുടെ ക്രിയേറ്റീവ് ഹെഡിൻ്റെ ക്രിയേറ്റിവിറ്റിയാണത്. സോ സർഗാത്മകത ഒരിക്കലും ഇല്ലാണ്ടാവുന്നോ അതിൻ്റെ ആവശ്യമില്ലാണ്ടാവുന്നോ ഇല്ല. അതിൻ്റെ രൂപം മാറുന്നുണ്ട്. അതിൻ്റെ രൂപം ഗെയിമുകളിലേക്കായിരിക്കാം മാറുന്നത്. നാളെ പുതിയ ഗെയിം ഉണ്ടാക്കുന്നതിലേക്കായിരിക്കും, പുതിയ ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാക്കുന്നതിലായിരിക്കും, പുതിയ ടിക്ടോക്ക് പോലത്തെ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിലായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കാം മാറുന്നത്. പക്ഷേ ഫണ്ടമെൻ്റലി ക്രിയേറ്റിവിറ്റി അല്ലെ സർഗാത്മകത എന്ന് പറയുന്ന കാര്യം അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ നിൽക്കും. അതിൻ്റെ രൂപം ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അതായത് ഈ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡാവിഞ്ചി ഉണ്ട്, പിക്കാസോ ഉണ്ട്, അങ്ങനെ പല ആളുകളുമുണ്ട്. പക്ഷേ AIക്ക് ശേഷം അങ്ങനെയുള്ള അപൂർവമായ പ്രതിഭകൾ അത് ഉണ്ടാകുമോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കാരണം ഇത് ഡേറ്റ ഉപയോഗിച്ച് ഒരു മിശ്രിതം പോലെ ഒരു ചിത്രം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു സംഗീതം കമ്പോസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഈ പ്രതിഭകളുടെ ഒരു വംശം ഇല്ലാതെയാവുന്ന ഒരു അവസ്ഥയെത്തും. കാരണം ഇത്തരം ഒരു പ്രക്രിയ നടക്കുന്ന സമയത്ത് ജെനുവിനായിട്ട് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ സർഗസൃഷ്ടി നടത്താനുള്ള ഒരു സാഹചര്യം
നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉടലെടുക്കില്ലേ? അന്നത്തെ അതേ ഫോമിൽ, അതായത് പിക്കാസോ അല്ലെങ്കിൽ ഡാവിഞ്ചി ചെയ്ത അതേ ഫോമിൽ അത് ചിലപ്പോൾ നഷ്ടപ്പെടുമായിരിക്കാം. ഇനി ചിലപ്പോൾ ഇതിനൊക്കെ അപ്പുറം എ ഐ ഉള്ളതിനായിട്ട് ഭയങ്കര ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് വളരെ മാറി നിൽക്കുന്ന ഒരു ഒറിജിനൽ ഹ്യൂമൻ ക്രിയേഷൻ എന്ന് പറയുന്നതിന് ചിലപ്പോൾ പ്രാധാന്യം കൂടുമായിരിക്കാം. റൈറ്റ്? എനിക്കറിയില്ല അതെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് ആ ക്രിയേറ്റിവിറ്റി കാരണം സക്സസ്ഫുൾ ആവുന്ന ആൾക്കാർ, എഗെയിൻ ഡാവിഞ്ചി പോലെ ആ നൂറുകണക്കിന് വർഷങ്ങൾ മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കും എന്ന് ഉറപ്പില്ല. പക്ഷേ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാർ അപ്പോഴും ഒരുപാടെണ്ണം ഉണ്ടാവും. മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്ന യൂട്യൂബർ, ലോകത്തിലെ ഏറ്റവും ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബറാണ് മിസ്റ്റർ ബീസ്റ്റ്. മിസ്റ്റർ ബീസ്റ്റ് എന്താ ചെയ്യുന്നത്? യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കുകയാണ്. പുള്ളിയുടെ വീഡിയോയിൽ ഓരോന്നിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതിൽ പുള്ളി ഓരോ ഫോർമാറ്റ് വീഡിയോ ഓരോ രീതിയിൽ ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പുള്ളി US പുള്ളി 12 വയസ്സിലെങ്ങാണ്ട് വീഡിയോ ഉണ്ടാക്കി തുടങ്ങി. ഇന്ന് 24-26 വയസ്സേ ഉള്ളൂ. പുള്ളിയാണിപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന യൂട്യൂബർ. പുള്ളി ഭയങ്കര സക്സസ്ഫുൾ ആണ്. പുള്ളി ചിലപ്പം കാലാകാലങ്ങൾ ആൾക്കാരുടെ മെമ്മറിയിൽ ജീവിച്ചിരിക്കത്തൊന്നും ഇല്ലായിരിക്കും പിക്കാസോ പോലെ. ഞാൻ പുള്ളിയെ പിക്കാസോ ആയിട്ട് കമ്പയർ ചെയ്യാനും അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊരു വേറൊരു രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിയാണ്. ആ പുതിയ രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിയിൽ വലിയ വിജയികളുണ്ടാവും. 100%. അതിന് സംശയമൊന്നുമില്ല. 100% ഉണ്ടാവും. പിക്കാസോ പോലുള്ള ഒരു വിജയം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വിജയികൾ എന്തായാലും ഉണ്ടാവും. ഇനി വേറൊരു സാധ്യതയുമുണ്ട്. AI ഒരുപാട് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു ലോകത്ത് ഒറിജിനൽ ഹ്യൂമൻ ക്രിയേഷന് ചിലപ്പം വലിയൊരു വാല്യൂ കിട്ടാനും സാധ്യതയുണ്ട്. അത് കാലം തെളിയിക്കണം, എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ പറയുന്നതിൻ്റെ ആകത്തുക ഇത് ഡിസൈനിനെയും ക്രിയേറ്റിവിറ്റീനെയും ഒക്കെ ഡെമോക്രറ്റൈസ് ചെയ്യുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോ ഡെമോക്രറ്റൈസ്ഡ് ആയ പോലെ തന്നെ ക്രിയേറ്റിവിറ്റി, വീഡിയോ ഡിസൈന്, എഴുത്ത്, സോഫ്റ്റ്വെയർ ഉണ്ടാക്കൽ, ഇതെല്ലാം ഡെമോക്രറ്റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സംഭവിക്കാൻ പോകുന്നത് കോടിക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ഒരു വിന്നർ അല്ല 2 വിന്നർ എന്നുള്ളതിന് മാറിയിട്ട് കോടിക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ആയിരക്കണക്കിന് വിന്നേഴ്സ് ഉണ്ടാവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. 101% അതേ സംഭവിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വിന്നേഴ്സിൻ്റെ എണ്ണം കൂടത്തേ ഉള്ളൂ വിത്ത് AI. ക്രിയേറ്റിവിറ്റിയും കൊണ്ട് വിജയിക്കുന്ന ആൾക്കാർ, ജീവിതത്തിൽ വിജയിക്കുന്ന ആൾക്കാർ, അവരുടെ എണ്ണം കൂടത്തേ ഉള്ളൂ. മനുഷ്യൻ സൃഷ്ടിച്ച ഡേറ്റയാണല്ലോ AI ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പലതരത്തിൽ മിക്സ് ചെയ്യുകയും പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയും ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ പ്രോംപ്റ്റുകളൊക്കെ അനുസരിച്ച് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഞാൻ പറയും ഒരിക്കലും അല്ല. കാരണം ഇപ്പം AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സൃഷ്ടി എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പം നമുക്ക് രണ്ടുപേർക്കും ഒരു കാര്യം വേണം. ഇപ്പം നമുക്ക് രണ്ടുപേർക്കും ഒരു ബോസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. നമ്മളോട് രണ്ടുപേരോടും പറയാണ്, എനിക്ക് നാളത്തെ പത്രത്തിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറുകഥ വേണം എന്ന് പറയും. ആ ചെറുകഥയുടെ തീമും നമ്മളോട് രണ്ടുപേരോടും പറഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മൾ രണ്ടുപേരും പോയി ChatGPT ചോദിക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരേ ഉത്തരം ഒരിക്കലും കിട്ടില്ല. ഒന്നാമത്തെ കാര്യം. കാരണം നമ്മൾ ഒരേപോലെ ചോദിച്ചാൽ, ഒരേ സെൻറ്റൻസ് എടുത്ത് ചോദിച്ചാൽ ഒരേ ഉത്തരമായിരിക്കും കിട്ടുന്നത്. പക്ഷേ ആ ഉത്തരത്തിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആക്കുന്നത് എപ്പോഴും അതിനകത്തേക്ക് നമ്മൾ കൂടുതൽ കൊടുക്കുന്ന ന്യൂവാൻസുകൾ, കൂടുതൽ കൊടുക്കുന്ന ഇൻപുട്ടുകൾ, അവർക്ക് ഇപ്പം ChatGPT നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആക്കാം. ഇപ്പം അതിനകത്ത് ഏത് ഇമോഷനാണ് കൂടുതൽ വേണ്ടത്, ഏത് തമാശ എത്ര വേണം, അതിൻ്റെ അവസാനം എൻഡിൽ എങ്ങനെ എൻഡ് ചെയ്യണം, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ആ ChatGPTക്ക് കൊടുക്കുന്ന പ്രോംപ്റ്റ് അല്ലെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കൂടുതൽ മാറ്റിക്കൊണ്ടേയിരിക്കാം. ആ മാറ്റുന്നതിനനുസരിച്ച് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിയേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ കോളേജുകളിൽ സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ വെറുതെ ഇപ്പം നിങ്ങൾക്ക് ഒരു വിഷയത്തെപ്പറ്റി മറ്റേ 1ാം ലോകമഹായുദ്ധത്തിനെ പറ്റി നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. നേരെ പോയി നിങ്ങൾക്ക് ChatGPT പറയാം, റൈറ്റ് ആൻ അസൈൻമെൻറ്റ് ഇൻ 1500 words അബൌട്ട് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ എല്ലാ ടീച്ചർമാർക്കും മനസ്സിലാവും ഇവൻ ChatGPT എടുത്തുകൊണ്ട് വന്നതാണെന്നുള്ളത്. പക്ഷേ അവിടെ ആ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അവൻ അതിലേക്ക് എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നിടത്താണ്. എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇത് ചെയ്യണം, എനിക്കിതിനകത്ത് പൊളിറ്റിക്കൽ ഓർഡർ എങ്ങനെ മാറിയെന്ന് വെക്കണം, ആളുകളെ ഇമോഷണലി എങ്ങനെ ബാധിച്ചു എന്ന് ആക്കണം, ആളുകളുടെ എനിക്ക് കുറച്ച് ഫാമിലി സ്റ്റോറീസ് ആഡ് ചെയ്യണം. അപ്പം ഒബ്വിയസ്ലി ഉണ്ണിയേട്ടൻ ഇത് എന്നെക്കാളും നന്നായിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊരു സ്റ്റോറി എഴുതുമ്പം, നമ്മളുടെ പത്രത്തിലേക്ക് ഒരു സ്റ്റോറി എഴുതുമ്പോഴത്തേനും അല്ലെ ഒരു കാര്യം എഴുതുമ്പോൾ അതിനകത്ത് ഒരുപാട് എലിമെൻറ്റ്സ് നമ്മൾ കൊണ്ടുവരും.
ആ എലിമെൻറ്റ്സ് ഓരോന്നും നമ്മൾ ChatGPT-യോട് പറയുമ്പം ആ ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് മാറും. അവിടെയാണ് കഴിവിരിക്കുന്നത്. അവിടെയാണ് നന്നായിട്ട് AI ഉപയോഗിക്കുന്ന ആളുടെ കഴിവിരിക്കുന്നത്. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറയും, നിങ്ങളുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ChatGPT-യെ കൊണ്ട് അത് എഴുതിപ്പിക്കുകയും വേണം. ടീച്ചർമാർക്ക് ജന്മം ജനിച്ചാൽ മനസ്സിലാവരുത് ഇത് ChatGPT എഴുതിയതാണെന്നുള്ളത്. അതിന് പറ്റും. അപ്പം നമുക്ക് ട്യൂൺ ചെയ്യാം. AI-യോട് നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും നമുക്കത് ട്യൂൺ ചെയ്തെടുക്കാം. ഇപ്പം അത് എഗെയിൻ ഞാൻ വീണ്ടും മറ്റേ കുട്ടികൾ വളർന്നു വരുന്ന എക്സാമ്പിൾ തന്നെ എടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് ഒരു ലെറ്റർ എഴുതി തരണം എന്ന് പറയുകയാണ്. അപ്പം ലെറ്ററിനകത്ത് ഈ 3 കാര്യങ്ങൾ വേണം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി എഴുതുന്നതും അതിന് പകരം നമ്മൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ പറയുകയാണ്. ഈ ലെറ്ററിനകത്ത് ഇന്നത് വേണം, ഇന്നത് പാടില്ല, ഇതിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കണം, കുറച്ച് അധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനനുസരിച്ച് ആ കുട്ടിയും കുറച്ചുകൂടെ ബെറ്ററായിട്ട് തരില്ലേ എന്ന് പറയുന്ന പോലെ. സോ ഇതൊരിക്കലും ഒരു ടെംപ്ലേറ്റഡ് ആയിട്ട് എല്ലായിടത്തും ഉള്ള കാര്യമായിരിക്കില്ല. ആൻഡ് അഗെയിൻ ഈ ടെംപ്ലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് റിജക്റ്റഡ് ആയി മാറും. കാരണം അത് എല്ലാവർക്കും മനസ്സിലാവും ഇത് ChatGPT ഇട്ട് അയച്ചതാണ് എന്നുള്ളത്. പെട്ടെന്ന് റിജക്റ്റഡ് ആവും. അത് ഇപ്പം എൻ്റെ വർക്കിൽ സ്ഥിരം കാണുന്നൊരു കാര്യമാണ്. ഈ ലിങ്ക്ഡിനിലൊക്കെ ലിങ്ക്ഡിനിൽ ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യം കുറച്ച് സോഫ്റ്റ്വെയർ ഉണ്ടായി. ChatGPT ഒരു AI വെച്ച് ഓട്ടോമാറ്റിക്കലി കമൻറ്റ് ചെയ്യും. അപ്പം ഈ കമൻറ്റ് ചെയ്യുന്നത് ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു സ്വഭാവമാണല്ലോ ലിങ്ക്ഡിനിൽ. അപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിട്ട് ഒരാൾ വന്നിട്ട് ആ പോസ്റ്റിനെ പറ്റി ഒരു AI ജനറേറ്റഡ് കമൻറ്റ് ഇടും. അത് അവർ പോലും അറിയുന്നില്ല, AI തന്നെ വന്ന് കമൻറ്റ് ഇട്ടുകൊണ്ട് പോകും. അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളൊക്കെ ഇറങ്ങി. ആദ്യം ഇത് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ നമുക്ക് ഈ കമൻറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് AI ജനറേറ്റഡ് ഓട്ടോമേറ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ കമൻറ്റ് ഇടാതിരുന്നതിനേക്കാട്ടിലും കൂടുതൽ നമുക്ക് അവരോടുള്ള ഇമ്പ്രഷൻ കുറയും ഈ സാധനം കണ്ടു കഴിയുമ്പോൾ. ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ആൾക്കാരത് ഉപയോഗിച്ച് തുടങ്ങി, അപ്പോഴേ മനസ്സിലായി ഇത് വർക്കാവില്ല എന്ന് മനസ്സിലായി, അത് കുറഞ്ഞു. അപ്പോൾ ബേസിക്കലി അങ്ങനെ വളരെ ബേസിക്കായിട്ട് AI ഉപയോഗിക്കുക എന്ന് പറയുന്ന കാര്യം സ്വാഭാവികമായിട്ടും ചേണായപ്പെടും. അതായത് നിർത്തിപ്പോണ്ടി വരും. കാരണം അതിന് ഇമ്പാക്റ്റ് ഇല്ലാണ്ട് വരും. ഇമ്പാക്റ്റ് ഇല്ലാതെ പിന്നെ ആൾക്കാർ ചെയ്യില്ലല്ലോ. അപ്പോൾ എന്താ, ആൾക്കാർ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് AI ഉപയോഗിച്ച് തുടങ്ങും. അപ്പോൾ സ്മാർട്ടായിട്ട് AI ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഓരോരുത്തരും ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. എൻ്റെ ഇൻപുട്ട് അനുസരിച്ചായിരിക്കും എൻ്റെ AI റിയാക്ട് ചെയ്യുന്നത്, അല്ല ഞാൻ ഉപയോഗിക്കുമ്പോഴത്തേനും അത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനത്തെ സ്കോപ്പുകളുണ്ട്. ഇപ്പോൾ എപ്പോഴും ഒരു ടെംപ്ലേറ്റഡ് വേൾഡ്, നമ്മൾ ലെഗോയുടെ കാര്യമൊക്കെ പറയുന്ന പോലെ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഒരു ലോകം ഒന്നും ആവില്ല AI വരുമ്പോഴത്തേനും ഉണ്ടാവുക. അത് ആൾക്കാർ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് സ്വാഭാവികമായും ആൾക്കാർക്ക് ഇൻസെൻറ്റീവ് ഉണ്ട് കൂടുതൽ ക്രിയേറ്റീവായിട്ട് അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായിട്ട് AI കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കുന്നത് പോലെ, അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ വരുന്ന സമയത്ത്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കൂടി വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്രിമിനൽ വൽക്കരണം, അതിൻ്റെ അങ്ങനത്തെ ഒരു ക്രൈമായിട്ട് അത് കണക്റ്റഡ് ആകാൻ വളരെ എളുപ്പമല്ലേ? ചരിത്രത്തിൽ അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇതുപോലെയുള്ള വലിയ കണ്ടുപിടുത്തങ്ങൾ പിന്നീട് ഒരു ക്രൈമായിട്ടോ ഒരു വലിയ പ്രതിസന്ധിയായിട്ടോ മനുഷ്യരാശിക്ക് തന്നെ ഒരു വലിയ പ്രശ്നമായി മാറുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. അത് 100% ഏത് ടെക്നോളജിൻ്റെയും പവർ കൂടുന്നതിനനുസരിച്ച് അത് നല്ലതിനൊപ്പം ചീത്തയ്ക്കും ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അത് AI-യിലും ഉണ്ട്. അതാണ് ഒരു റീസൺ ഞാൻ ഈ നേരത്തെ സെക്യൂരിറ്റി, എത്തിക്കൽ AI പോലത്തെ ഏരിയാസ് ഭയങ്കരമായിട്ട് വളർന്നു വരും എന്ന് പറയാനുള്ള കാരണവും അതിൻ്റെ മോശം മിസ്യൂസ് കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ ഡീപ്പ് ഫേക്ക് പോലത്തെ കാര്യങ്ങൾ. നമ്മൾ ഫേക്കായിട്ടുള്ള പോസ്റ്റേഴ്സും ഫേക്കായിട്ടുള്ള വീഡിയോസും ഉണ്ടാക്കാം. അതുണ്ടാക്കുന്നത് ഭയങ്കര എളുപ്പമായി മാറി. പണ്ട് മോർഫിംഗ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തല വെട്ടി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പോൾ അത് എളുപ്പമല്ലാണ്ടായി മാറി. AI വെച്ച് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുമായി മാറി. ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പം പക്ഷേ നമുക്ക് അതിനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അപ്പം അതിനു വേണ്ടിയിട്ട് AI അഡ്വാൻസ്മെൻറ്റ്, ആദ്യം ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളതിനെ പേടിച്ച് AI അഡ്വാൻസ്മെൻറ്റിൻ്റെ സ്പീഡ് കുറയ്ക്കണം, റിസർച്ചിൻ്റെ സ്പീഡ് കുറയ്ക്കണം എന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. അതിപ്പോഴും യൂറോപ്പിൽ കുറേ സ്ഥലങ്ങളിൽ പ്രവലൻ്റ് ആണ്. അവർ കുറേ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും AI ഉപയോഗിക്കുന്നതിൽ. പക്ഷേ ലോകം അതിൽ സ്പീഡിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്കതിനെ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ടേക്ക് പോകും. പകരം നമ്മൾ ചെയ്യേണ്ടത് 2-3 ഏരിയാസിലാണ്. ഒന്ന്,
ഈ പറയുന്ന പോലെ റെസ്പോൺസിബിൾ ആയിട്ട് AI ഉപയോഗിക്കുന്നത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് വരണം. അത് ഓരോ സമയത്തും വന്നുകൊണ്ടേയിരിക്കും. അതിപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഗ്രോത്തിലാണെങ്കിലും അങ്ങനെ ഓരോ സമയത്തും കുറേയധികം റെഗുലേഷൻസ് പല സ്ഥലത്തു നിന്നായിട്ട് വന്നു. അപ്പം ആ റെഗുലേഷൻസ് വരും എന്നുള്ളത് തന്നെയാണ്. 2, മറ്റേ ആംഗിൾ, അത് ഗവൺമെൻറ്റുകളും സെൻട്രൽ ബോഡീസും വലിയ കമ്പനികളും അങ്ങനെയുള്ളവർ ചെയ്യേണ്ട റെഗുലേഷൻ ഒരു സൈഡിൽ ഉണ്ടാവും. പക്ഷെ മറ്റേ സൈഡിൽ നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ട ഒരു സെൻസ് ഉണ്ട്. ആ നെല്ലും പതിരും തിരിച്ചറിയാനുള്ളൊരു സെൻസുണ്ട്. ഒരു കാര്യം കണ്ടാൽ അത് AI ആണോ അല്ലാത്തതാണോ, ഫേക്ക് ആണോ അല്ലാത്തതാണോ എന്ന് ഓരോ മനുഷ്യനും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സെൻസുണ്ട്. അതും ഭയങ്കര ഫണ്ടമെൻ്റലാണ്. അത് ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിലും, അതിപ്പോൾ AIക്ക് മുമ്പാണെങ്കിൽ തന്നെ ഈ ഫേക്ക് ന്യൂസിൻ്റെയും ഈ പറയുന്ന പോലെ മാനിപ്പുലേറ്റീവ് ന്യൂസിൻ്റെയും സോഷ്യൽ മീഡിയ വഴിയുള്ള അതിൻ്റെ പ്രൊപ്പഗേഷൻ്റെയും ഒക്കെ ദൂഷ്യഫലങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്, അത് തിരിച്ചറിയാൻ പറ്റില്ലാത്ത ആൾക്കാർ, അതിലേക്ക് വീണ് പോകുന്ന ആൾക്കാർ, അതുകൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്ന ആൾക്കാർ. അപ്പോൾ ആ ആൾക്കാർ ചിലപ്പോൾ കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവും ഇനി മുന്നോട്ട് പോകുമ്പം. അത് ഒരുപക്ഷെ അത് ഓരോ ഹ്യൂമനും ഹ്യൂമൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്കില്ലാണെന്ന് ഞാൻ പറയും. അത് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു ഫണ്ടമെൻ്റൽ സ്കില്ലാണ് നമുക്ക് ആ നെല്ലും പതിരും തിരിച്ചറിയുക എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ സെൻട്രൽ ഇപ്പം ഒരു പത്രങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കൊക്കെ ഒരുപാട് റോളുകൾ പ്ലേ ചെയ്യാൻ പറ്റും. അതിൽ ആളുകളെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അതൊരു നീഡാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു 100% നീഡാണ്. ഇതുപോലത്തെ ഒരുപാട് എലിമെൻസിൽ കൂടെ മാത്രമേ അത് സോൾവ് ചെയ്യാനും പറ്റുള്ളൂ. പ്രോബബ്ലി മുഴുവനായിട്ടും സോൾവ് ചെയ്യാനും പോകുന്നില്ല. കുറേയൊക്കെ ഈ ലോകത്തിൻ്റെ സ്വഭാവം തന്നെ അങ്ങ് മാറും. ഇപ്പം നമ്മൾ മൊബൈൽ ക്യാമറ വന്നപ്പോഴത്തേനും ഒരു 1-2-3 വർഷം വലിയ ചർച്ചയായിരുന്നു. ഇത് മനുഷ്യൻ്റെ പ്രൈവസിയെ ബാധിക്കും, ആർക്ക് വേണേലും എപ്പോൾ വേണേലും ഫോട്ടോ എടുക്കാം എന്നാവും. എല്ലാവരുടെയും ക്യാമറ ഉണ്ടെങ്കിൽ അത് ക്യാമറ വെച്ച് ഫോട്ടോ എടുത്ത ആൾക്കാർ മോർഫ് ചെയ്ത് തന്നെ എടുക്കും. ആ സമയത്തൊക്കെ 2010 തൊട്ട് 2013 വരെയുള്ള സമയത്തൊക്കെ ഈ മോർഫിങ് സോഷ്യൽ മീഡിയയിൽ ആരും ഫോട്ടോ ഇടാൻ പാടില്ല, അത് മിസ്യൂസ് ചെയ്യപ്പെടും, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. പിന്നീട് എന്തു പറ്റി, എല്ലാവരുടെയും ക്യാമറയായി. ഇപ്പം ക്യാമറ ഇല്ലാത്ത ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലാണ്ടായി. അതുപോലെ സോഷ്യൽ മീഡിയ അത്രയും കോമൺ ആയി, എല്ലാവരും അത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആ കൺസേൺസും ഇപ്പോൾ ആരും പറയാണ്ടായി. എൻ്റെ ഫോട്ടോ എടുത്ത് മിസ്യൂസ് ചെയ്യുന്നു, പെട്ടെന്ന് റാൻഡമായിട്ട് ഫോട്ടോ എടുത്ത് മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതിനകത്ത് ഇൻസെൻറ്റീവ് ഇല്ല. എന്നോടൊരു വൈരാഗ്യം ഇല്ലെങ്കിൽ ഇൻസെൻറ്റീവ് ഇല്ല. വെറുതെ വഴിയെ പോകുന്ന ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട് മോർഫ് ചെയ്യുന്നതിൽ എന്ത് ഇൻസെൻറ്റീവാണ്? ഒരു ഇൻസെൻറ്റീവും ഇല്ല. അപ്പോൾ തന്നെ ആ ക്രിമിനൽ ആക്ടിവിറ്റിക്കുള്ള സ്കോപ്പേ പോയി. എല്ലാവരും അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും സംഭവിക്കുക. കാരണം അഡോപ്ഷൻ ഭയങ്കര വലുതായി കഴിയുമ്പോഴത്തേനും പിന്നെ അതിനകത്ത് ഈ എന്താ പറയുക, കുൽസിത പ്രവർത്തി ചെയ്യാനുള്ള ഇൻസെൻറ്റീവ് കുറയും. അപ്പം അങ്ങനെ ആയിരിക്കാം കുറേ കാര്യങ്ങൾ മാറുന്നത്. അതായത് റിസ്ക് അവിടെ തന്നെ ഉണ്ട്, പക്ഷേ ആ റിസ്ക് ചെയ്യാനുള്ള ഇൻസെൻറ്റീവ് കുറയുന്നത് വഴിയായിരിക്കാം. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ രീതിയിലായിരിക്കും ഇത് ഡീൽ ചെയ്യപ്പെടുക. റെഗുലേഷൻ ഒരു സൈഡ്, ഈ പറയുന്ന പോലെ ദ തിങ് ഗെറ്റ് സോ ബിഗ് ദാറ്റ് നമുക്ക് അതിനുള്ള ഇൻസെൻറ്റീവ് കുറയുന്നു എന്നുള്ളത്. 3, മനുഷ്യർ തന്നെ ആസ് ഹ്യൂമൻസ് നമ്മളെല്ലാവരും ആ ഒരു എക്സ്ട്രാ സ്കില്ല് ആർജിക്കുക എന്നുള്ളത്, ഈ നെല്ലും പതിരും തിരിച്ചറിയാനുള്ള എക്സ്ട്രാ സ്കില്ല് ആർജിക്കുക എന്നുള്ളത്. ഇങ്ങനെ പല രീതിയിലേ ഇത് സോൾവ് ആകത്തുള്ളൂ. ഇതിനൊരു സിംഗിൾ സൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പ്രോബ്ലം ഇസ് റിയൽ. കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകുന്നുണ്ട്. ഒരുപാട് ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ, അതുപോലെ സ്റ്റാർട്ടപ്പുകൾ, അതുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് 2050 ഈ ലോകം എങ്ങനെയായിരിക്കും? ഈ AI-യുടെ കൈപ്പിടിയിലായിരിക്കുമോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അതോ മനുഷ്യനായിരിക്കുമോ? എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് AI-യുടെ കൈപ്പിടിയിലാവും എന്ന് പറയുന്ന കാര്യമൊന്നും 2050 ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, കാരണം ഏത് AI സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിനകത്ത് ഒരു മനുഷ്യൻ്റെ കൺട്രോൾ ഉണ്ട്. അത് ഫണ്ടമെൻ്റലി സിസ്റ്റംസ് ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു ബോധ്യം ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ്റെ കൺട്രോളിലുണ്ട്. ഓക്കെ, എപ്പോഴും ഒരു സ്വിച്ച് ഉണ്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് ഉണ്ടാവും. ഓക്കെ, ഇനി അതുകൊണ്ട് കൈപ്പിടിയിലാവും അല്ലെ ലോകം AI-യുടെ കൈപ്പിടിയിലാവും എന്നുള്ളതൊന്നും റിയൽ അല്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഇനി 2050 ചേഞ്ച് വരുമോ എന്ന് ചോദിച്ചാൽ 101% ഭീകരമായ ചേഞ്ചുകൾ നമ്മുടെ ചുറ്റും സംഭവിക്കും. അത് സിമ്പിളായിട്ട് എഗെയിൻ ആലോചിക്കാം. കഴിഞ്ഞ 20 വർഷം മുമ്പത്തെ നമ്മുടെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും 2005 ജീവിതവും 2025 ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചാൽ തന്നെ നമുക്ക് ഒന്നിരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ആ 20 വർഷം കൊണ്ട്. അടുത്ത 25 വർഷം കൊണ്ട് അതിനേക്കാട്ടിലും പ്രോബ്ലി 5 ഇരട്ടി
സൈസിലായിരിക്കും ചേഞ്ച് വരാൻ പോകുന്നത്. ബിക്കോസ് അതാണ് സ്വഭാവം, അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എത്ര വർഷം എടുത്താലും ആ സ്പീഡ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര വലിയ ചേഞ്ച് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം AI എന്ന് പറയുന്ന കാര്യം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാവും. 20 വർഷം കൊണ്ട് ഫോൺ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായതുപോലെയോ അതിലും കൂടുതലായിട്ടോ AI നിത്യജീവിതത്തിൻ്റെ ഭാഗമാവും. കുറേ കാലമായി റോബോട്ടിക്സ് എന്ന് പറയുന്ന അത് ജപ്പാനിൽ എവിടെയോ കുറേ ആൾക്കാർ റോബോട്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ലിമിറ്റഡായി, അല്ലെങ്കിൽ വലിയ ഫാക്ടറികൾക്കകത്ത് റോബോട്ടിക് ആമുണ്ട് എന്നുള്ളതിൽ ലിമിറ്റഡായി നിന്ന സാധനം പ്രോബബ്ലി അത് ഭയങ്കര കോമൺ ആവും എന്നൊരു വിശ്വാസമുണ്ട് അടുത്ത 25 വർഷത്തിൽ. കാരണം റോബോട്ടുകൾക്ക് പണ്ട് വീടുകളിൽ പോലും കാരണം പണ്ട് റോബോട്ടുകൾ AIക്ക് മുമ്പ് റോബോട്ടുകൾ എപ്പോഴും അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കണമായിരുന്നു. അത് റാൻഡമായിട്ട് നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അതിന് മാറാൻ ഉള്ള കഴിവുണ്ടായിരുന്നില്ല. അത് റോബോട്ടിക് ഫിസിക്കലി എങ്ങനെ നല്ല റോബോട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമുക്ക് മറ്റേ പട്ടി പോലെ ചാടുന്ന റോബോട്ടും അതും ഇതും സ്റ്റെബിലിറ്റി എല്ലാം ആൾക്കാർ കുറേ കാലം കൊണ്ട് ഉണ്ടാക്കി. പക്ഷേ അപ്പോഴും ചുറ്റുമുള്ള റിയലായിട്ട് നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി സോഫ്റ്റ്വെയറിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് ആ സോഫ്റ്റ്വെയർ കപ്പാസിറ്റിയാണ് പെട്ടെന്ന് വന്നത്. ഇപ്പം ഇലോൺ മസ്കിൻ്റെ ടെസ്ല ഒരു റോബോട്ട് അൺവെയിൽ ചെയ്തു 4-5 മാസം മുമ്പ്. അവർ വലിയൊരു ലോഞ്ച് ഇവൻ്റ് നടത്തിയിട്ട് അതിനകത്തേക്ക് റോബോട്ടിനെ അങ്ങ് ഇറക്കി വിട്ടു. എന്നിട്ട് റോബോട്ടിൽ നിന്ന് ആൾക്കാരുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പം ആൾക്കാർ എന്ത് ചോദിക്കുന്നു അതിനനുസരിച്ച് ഉത്തരം പറയുന്നു. റോബോട്ട് മറ്റേ ഡ്രിങ്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ എന്നിട്ട് ഏത് ഡ്രിങ്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഡ്രിങ്ക് ഇന്ന കോക്ടെയിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോക്ടെയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ കുറേ പരിപാടികൾ. അപ്പോൾ അത് പക്ഷേ കംപ്ലീറ്റ്ലി ഓട്ടോണോമസ് ആയിരുന്നില്ല. ഒരു ഡെമോയ്ക്ക് വേണ്ടി ആരോ പുറകിൽ നിന്ന് കുറച്ച് കൺട്രോളും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊക്കെ റിയാലിറ്റി ആവും. അപ്പം ടെസ്ല പോകുന്ന ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു റോബോട്ടുണ്ട്, അല്ലെ എല്ലാ മനുഷ്യനും ഒരു റോബോട്ട് അസിസ്റ്റൻ്റ് ഉണ്ട് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അത് വാസ്തവമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം റോബോട്ടിക്സ് ഭയങ്കര കോമൺ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ ദൈനംദിന കാര്യങ്ങളിലും നമ്മുടെ എല്ലാ ജോലികളും ഓരോ ജോലി അത് എല്ലാം ലിറ്ററലി നമ്മളിപ്പോൾ ചെയ്യുന്ന ഫിസിക്കലി മാത്രമല്ലാത്ത എല്ലാ ഭൗതികമായി ചെയ്യുന്ന എല്ലാ ജോലികളും അതിൻ്റെ സ്വഭാവം മാറും, ജോലിയുടെ സ്വഭാവം മാറും. നമ്മൾ സ്വന്തമായിട്ട് ഒരു കാര്യവും അതായത് 0 to സ്ക്രാച്ചിൽ നിന്നെല്ലാം ചെയ്തു വരേണ്ട ആവശ്യത്തിനെക്കാട്ടിലും കൂടുതൽ ഈ അസിസ്റ്റൻറ്റിനെ ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു മൊമെൻറ്റിലേക്ക് 100% മാറും. പിന്നെ ഈ സെൽഫ് ഡ്രൈവിംഗ് കാർ അല്ലെ ടെക്നോളജീസ് പോലത്തെ കാര്യങ്ങൾ അതെല്ലാം AI-യുടെ ആപ്ലിക്കേഷനാണ്. അതുപോലത്തെ കാര്യങ്ങൾ ഭയങ്കര കോമൺ ആവും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അഡാസ് സെൽഫ് ഡ്രൈവിങ്ങിൻ്റെ ഒരു രണ്ടാമത്തെ ലെവലാണ്. അഡാസ് ഇപ്പം കോമൺ ആയി വരുന്നു. ഓക്കെ, അതുപോലെ ഇപ്പം പുതിയ മഹീന്ദ്രയുടെ കാറുകളിൽ സെൽഫ് പാർക്കിംഗ് ഉണ്ട്. അപ്പം കാറുകൾ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് ഓടിച്ചു വരുന്ന കാലം വലിയ വിദൂരമൊന്നും അല്ല ഇന്ത്യയിൽ പോലും. US ഓൾറെഡി ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ പോലും അത്ര വിദൂരമൊന്നുമല്ല. 25 വർഷം എന്ന് പറഞ്ഞാൽ ഈസിലി അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ വരും. അപ്പം ഇതുപോലെയുള്ള അസിസ്റ്റഡ് അല്ലെ ടെക്നോളജി നമ്മളെ അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ അധികം വലുതാവും, കോമൺ ആവും. അതിനകത്തുനിന്ന് അത് 100% സംഭവിക്കും. ഇതാണ് എനിക്ക് പറയാൻ 25 വർഷത്തിൽ വരാൻ പോകുന്ന ചേഞ്ചസിനെ പറ്റി എനിക്ക് ഏറ്റവും ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേനും സങ്കല്പിക്കാവുന്നതിനപ്പുറമായിരിക്കും. അപ്പം മൈന്യൂട്ട് ചേഞ്ചസ് ഉണ്ടല്ലോ, ഓരോ കുഞ്ഞു ചേഞ്ചസ് നമുക്ക് ചിലപ്പോൾ സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. അപ്പം ഈ പറയുന്ന പോലെ അസിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യം തന്നെ പല ഫോമിലും പല രീതിയിലും വരാം. ഓക്കെ, അതിപ്പം ഒരു ഹ്യൂമൻ റോബോട്ടൊന്നും ആവണമെന്നില്ല. നമ്മുടെ കൂടെ എപ്പോഴും പോക്കറ്റിലുള്ള ഒരു വേറൊരു ഡിവൈസ് ആയിരിക്കാം വരുന്നത്. ഇപ്പോൾ കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ട് AI അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു ഡിവൈസൊക്കെ. അപ്പോൾ ഇതുപോലെ മൈക്ക് പിൻ ചെയ്തിരിക്കുന്ന പോലെ പിൻ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഈ സംസാരിക്കുന്ന എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത ആളോട് കാണുമ്പോഴത്തെ എൻ്റെ ഗ്ലാസ്സിനകത്ത് ഇയാളോട് എന്തൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞു തരാൻ തുടങ്ങും. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം വളരെ ആക്റ്റീവ്ലി റിസർച്ചിലുള്ള കാര്യങ്ങളാണ്. അപ്പം മെറ്റയുടെ AI ഗ്ലാസ്സസ് ഉണ്ട്. ഗ്ലാസ് വെച്ച് ക്യാമറയുണ്ട്. ക്യാമറ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറേ നാൾ കഴിയുമ്പോൾ ഉണ്ണിച്ചേട്ടനെ കാണുന്നു, ഇതാരാന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇതാരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചെവിക്കകത്ത് പറഞ്ഞു തരുക, ഇത് ഇന്നയാളാണ്, ഇന്ന ദിവസം മീറ്റ് ചെയ്തിരുന്നു, നിങ്ങൾ ഇന്നയൊക്കെ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു തരും. പ്രോബ്ലി ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ട് അടുത്ത് വരുന്ന സമയം കൊണ്ട് എനിക്ക് സംസാരിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞു തരുമായിരിക്കും. ഇതൊക്കെ ഇപ്പം തന്നെ ഉണ്ട്. ഇപ്പം തന്നെ എന്ന് വെച്ചാൽ വളരെ അടുത്താണ്. അത് 25 അല്ല, മേ ബി 3-4 വർഷത്തിനുള്ളിൽ അതൊക്കെ വളരെ എഫിഷ്യൻ്റ് ആവും. ഇപ്പോഴേ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആവും. അപ്പോൾ ഇതുപോലത്തെ അസിസ്റ്റിംഗ് റൈറ്റ് ടെക്നോളജി നമ്മളെ അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം ലാൻഡ് ഫോൺ എറയിൽ നിന്ന് 2025 എന്തുമാത്രം മാറിയോ അതിൻ്റെ 5 ഇരട്ടി അസിസ്റ്റൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ്.
പിന്നെ ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസും മറ്റേ സൈഡും ഉണ്ട് കേട്ടോ. മെഡിക്കൽ റിസർച്ച്, ഇപ്പോൾ മെഡിക്കൽ റിസർച്ച് അല്ലെ ഒരു ഡ്രഗ് റിസർച്ച് എന്ന് പറയുന്ന കാര്യം, ഇവിടെയൊക്കെ AI-ക്ക് ലിറ്ററലി 50x ഫാസ്റ്റർ ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഒരു ഡ്രഗ് റിസർച്ച് പ്രോസസ്സ്, അതിൻ്റെ സിന്തസിസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലത്തെ ഡീപ്പായിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട് ഇതുപോലത്തെ. അപ്പോൾ അതുപോലത്തെ അവിടെയൊക്കെ ഡിസ്കവറീസ്, അതായത് പുതിയ ഡ്രഗിൻ്റെ ഡിസ്കവറീസ്, ഇപ്പം നാളെ ചിലപ്പം ക്യാൻസറിൻ്റെ മരുന്ന് കണ്ടുപിടിക്കുന്നത്, അല്ലെ ലിറ്ററലി എയ്ഡ്സിൻ്റെയോ ക്യാൻസറിൻ്റെയോ അല്ലെങ്കിൽ അതുപോലത്തെ വലിയ രോഗങ്ങളുടെ മരുന്ന് കണ്ടുപിടിക്കുന്നത് AI അസിസ്റ്റഡ് ആകുമ്പോൾ ഇപ്പോഴത്തെ റിസർച്ച് 10 വർഷം എടുക്കുന്ന സമയം ചിലപ്പോൾ 2 വർഷം കൊണ്ട് ഒരു മരുന്നാവും. അപ്പം അതൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫാസ്റ്റ് ആവുന്നത് ജനറലി അതുപോലത്തെ ഏരിയകൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി മനുഷ്യനെ അതുപോലെ ഫണ്ടമെൻ്റലി ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻ, ന്യൂട്രീഷൻ, ഇതുപോലത്തെ ഏരിയാസിലൊക്കെ നടക്കുന്ന എല്ലാ റിസർച്ചുകളും 10 ഇരട്ടി സ്പീഡ് കൂടുന്നതിനെ പറ്റി മാത്രം ആലോചിച്ചാൽ ചിലപ്പോൾ 2025 നമ്മൾ 100 വയസ്സിൽ മരിക്കുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയി മാറുമായിരിക്കും. അല്ലെ 100 വയസ്സ് മിനിമം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയി മാറുമായിരിക്കും. ചിലപ്പോൾ നമ്മളിപ്പം ചുറ്റുമുള്ള ഏറ്റവും ചില അസുഖങ്ങളൊക്കെ ഇല്ലാണ്ടായി മാറുമായിരിക്കും. പണ്ട് പോളിയോ ഉണ്ടായിരുന്നത് നിന്നുപോയ പോലെ ചിലപ്പോൾ ക്യാൻസറിന് ചിലപ്പോൾ നാളെ ഒരു 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 വാക്സിൻ ആയിരിക്കും വരുന്നത്, റൈറ്റ്? സോ ഇങ്ങനത്തെ അത് ജനറലി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും 10 ഇരട്ടി സ്പീഡ് കൂടിയാൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പോസിറ്റീവ് ചേഞ്ചസ് അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടാവാം. ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് അത് ഞാൻ വെറുതെ ഒരു തമാശ എക്സാമ്പിളായിട്ട് പറഞ്ഞതല്ല. ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് വലിയൊരു റിസർച്ച് ടോപ്പിക്കായി വലിയൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ ഒരു ലോഞ്ചിവിറ്റി കോൺഫറൻസ് എന്നൊരു കോൺഫറൻസ് തന്നെ ഉണ്ടായിരുന്നു, എങ്ങനെ മനുഷ്യന് കൂടുതൽ ജീവിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ അതൊക്കെ റിയലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 25 വർഷത്തിൽ ഉറപ്പായിട്ടും മനുഷ്യൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി കഴിഞ്ഞ 25 വർഷം ഉണ്ടായ ഇമ്പ്രൂവ്മെൻറ്റിനേക്കാൾ കഴിഞ്ഞ 25 വർഷത്തെ ബേബി 2-3 വർഷത്തിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ അടുത്ത 25 വർഷം ചിലപ്പം 10-20 വർഷത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ വേറൊരു സൈഡിലുള്ള ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ആണ്. AI-യുടെ കാലത്ത് തന്നെ ഈ ലോകത്തിൻ്റെ ക്രമം തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. നേരത്തെ അമേരിക്കയും റഷ്യയും ഇരുഭാഗത്തുമായിട്ടുള്ള ഒരു സ്ഥിതിയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ റഷ്യയും അമേരിക്കയും ഒന്നിച്ച് പല കാര്യങ്ങളും തീരുമാനിക്കുന്നുണ്ട്. ഇപ്പുറത്ത് ചൈനയുണ്ട്, ഇന്ത്യ ഒരു ഭാഗത്തുണ്ട്. അതിനിടയിൽ തന്നെ ഈ വിവരസാങ്കേതിക വിദ്യയുടെ വിപ്ലവം, അതുപോലെ ഡേറ്റയുടെ ഒരു കുതിച്ചുകയറ്റം, അത് അമേരിക്കയ്ക്ക് വലിയൊരു ശക്തിയായി മാറിയിട്ടുണ്ട്. വീണ്ടും അമേരിക്ക മുകളിലേക്ക് കയറി വന്നു. അതിനിടയിൽ ChatGPT പിന്നാലെ DeepSeek വന്നു. ആ മത്സരങ്ങളിലൊക്കെ എന്തായിരിക്കും ഇനി ഭാവിയിൽ നടക്കുന്നത്? അതുപോലെയുള്ള കമ്പനികൾ, പുതിയ കമ്പനികൾ വരുന്നത് പോലെ ഇന്ത്യ എന്തായിരിക്കും, ഇന്ത്യയുടെ റോൾ എന്തായിരിക്കും ഈ കാര്യത്തിൽ? ഈ ലോകത്ത് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റുകൾ ഒട്ടുമിക്കതും അമേരിക്കയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് പ്രോബ്ലി സ്പേസിലൊഴികെ ബാക്കി എല്ലാ ഏരിയയിലും അമേരിക്കയ്ക്ക് എപ്പോഴും അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. അതാണ് അവരെ ഏറ്റവും വലിയ പവറാക്കി മാറ്റിയത്. സ്പേസിലായിരിക്കും റഷ്യക്ക് ഒരു സമയത്ത് ഭയങ്കരമായ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു, അതും ഇവർ തിരിച്ചു പിടിച്ചു. പക്ഷേ ബാക്കി ഇപ്പം ടെക്നോളജി തന്നെ എടുക്കുക. ഇപ്പം ഈ സോഫ്റ്റ്വെയറും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ എടുക്കുക. ആദ്യത്തെ കമ്പ്യൂട്ടർ എവിടെയാണ് ഉണ്ടായത്? ഇൻ്റർനെറ്റ് എവിടെയാണ് ഉണ്ടായത്? ആദ്യത്തെ മൊബൈൽ ഫോൺ എവിടെയാണ് ഉണ്ടായത്? ഇതെല്ലാം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനുകൾ, സോഷ്യൽ മീഡിയകൾ, ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടായത്? എല്ലാം അമേരിക്കയിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലവും, കഴിഞ്ഞ 2 ഡെക്കേഡുകളിൽ, കഴിഞ്ഞ 20 വർഷങ്ങളിൽ ചൈന എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പ്രൊഡക്ഷന്, അതായത് മാനുവൽ ലേബറും പ്രൊഡക്ഷനും എന്നുള്ള കാര്യത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥലവും എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ വന്നിരുന്നു. AI വരുമ്പം വന്ന ഒരു വലിയ റെവലേഷൻ, AI-യുടെ തുടക്കത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന AI വലിയ ബൂം കഴിഞ്ഞ 4 വർഷമായിട്ട് ഉണ്ടായപ്പം ആദ്യത്തെ 2 വർഷം എല്ലാവരും വിചാരിച്ചത് അതേ സ്റ്റോറിയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അമേരിക്കൻ കമ്പനികളാണ് ഇതിൻ്റെ എല്ലാം കോർ ഉണ്ടാക്കുന്നത്. അത് OpenAI, ആന്ത്രോപിക്, ഇതുപോലത്തെ 3-4 കമ്പനികളാണ് കോർ സാധനം ഉണ്ടാക്കുന്നത്. ബാക്കി എല്ലാ കമ്പനികളും ഉണ്ടാക്കുന്നതിനെ ഉപയോഗിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിലേക്കാണ് പെട്ടെന്ന് DeepSeek വരുന്നത്. DeepSeek വന്നു കഴിഞ്ഞിട്ട് വേറെ 2-3 ചൈനീസ് കമ്പനികളിൽ പുതിയ സിസ്റ്റംസുമായിട്ട് വന്നു. അത് ഈ OpenAI പോലത്തെ കമ്പനികൾ ഉണ്ടാക്കിയ സിസ്റ്റംസുമായിട്ട് കിടപിടിക്കുന്നതോ അതിലും ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റംസുമായിട്ട് വരുന്നു. കുറഞ്ഞ ചിലവിൽ, വളരെയധികം കുറഞ്ഞ ചിലവിൽ, 10-1 ചിലവിൽ. അപ്പം പെട്ടെന്ന് ചൈന എന്ന് പറയുന്നത് അമേരിക്കയ്ക്കൊപ്പം ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമായി മാറുകയാണ്.
ഞാൻ വിശ്വസിക്കുന്നു അത് ഈവൻ പൊളിറ്റിക്കൽ ഓർഡറിലും വലിയൊരു ലോക ഓർഡറിൽ വലിയൊരു മാറ്റമാണ്. അപ്പം അത് പെട്ടെന്നുണ്ടായ മാറ്റമൊന്നുമല്ല, അത് വർഷങ്ങളായി അവരുടെ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ ഇപ്പം അതുപോലത്തെ ഫൗണ്ടേഷണൽ റിസർച്ച് ഡെവലപ്മെൻറ്റിൽ വളരെ 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 പുറകിലാണ് അത് എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇന്ത്യ ഇപ്പോഴും ഒരു വളരെ ശക്തമായിട്ടുള്ള കോർ AI റിസർച്ചുകളോ അതിൻ്റെ അഡ്വാൻസ്മെൻറ്റുകളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ശ്രമിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്, ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒക്കെ ആയിട്ട്, പക്ഷേ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇന്ത്യക്കൊരു സ്ട്രെങ്ത് ഉണ്ട്, ഇന്ത്യയുടേതായ സ്ട്രെങ്ത്. ഇപ്പം കോർ റിസർച്ചൊക്കെ അവർ ചെയ്തു, സാധനങ്ങളൊക്കെ വന്നു, അതിൽ തന്നെ ഓപ്പൺ സോഴ്സ് ആയിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതിൻ്റെ മുകളിൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ, അതിൻ്റെ മുകളിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്കും ഇന്ത്യയിലുള്ള കമ്പനികൾക്കും വളരെയധികം കപ്പാസിറ്റി ഉണ്ട്. അപ്പം ആ കപ്പാസിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എക്കണോമിക് ഗെയിൻ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ശ്രമങ്ങൾ അത് ഒരുപാട് കമ്പനികൾ അത് ചെയ്യുന്നുമുണ്ട് ഒബ്വിയസ്ലി. ഇപ്പം റീസെൻ്റ്ലി ഒരു എന്താ പറയുന്നത് ഇന്ത്യ AI എന്ന് പറഞ്ഞിട്ടൊരു ഇനിഷ്യേറ്റീവും റിസർച്ചിന് ഒരുപാട് ഗ്രാൻറ്റുകളൊക്കെ കൊടുക്കുന്ന ഇനിഷ്യേറ്റീവൊക്കെ അനൗൺസ്ഡ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ കുറേ വർഷങ്ങൾ പുറയിലാണ്, എങ്കിലും ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം പുറയിലാണെന്നുള്ളത് വളരെ വാസ്തവമാണ്. കുറേ അധികം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്, റിസർച്ചിലും ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. അത് കുറേ അധികം ആൾക്കാർ സക്സസ്ഫുൾ ആവുന്നുമുണ്ട്. പക്ഷേ കൂടുതൽ സമയമെടുക്കും. നമ്മൾ ഒബ്വിയസ്ലി ബാക്കി ഫോർ റണ്ണേഴ്സിനെക്കാട്ടിലും വളരെ വളരെ പുറയിലാണ് നമ്മളെന്നുള്ളതാണ് വാസ്തവം.